കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇസ്രയേലിൻ്റെ വടക്ക് ഭാഗത്ത് ലെബനോൻ്റെ പ്രദേശത്ത് വളരെ ശക്തമായ ബോംബിങ്ങും മിസൈൽ ആക്രമണവും ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ലോകവ്യാപകമായി പടരുന്ന ഒരു യുദ്ധമാണോ എന്ന് വളരെ സംശയിക്കുന്ന വിധത്തിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ എല്ലാവരും കൂടെ ഇസ്രയേലിനോട് പറയുന്നു, ഈ യുദ്ധം അവസാനിപ്പിക്കണം. അവരത് കേട്ട കേൾവി പോലുമില്ല. കഴിഞ്ഞ 100 ദിവസമായി തുടർമാനമായ ബോംബിങ് കൊണ്ട് അവിടം ഗാസയുടെ പ്രദേശം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. യോവേൽ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് 4 വരെയുള്ള വാക്യം ഒന്ന് വായിക്കാം. യോവേൽ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ യഹൂദയുടെയും യെരുശലേമിൻ്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലത്തിലും ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശാഫാത്ത് താഴ്വരയിൽ ചെല്ലുമാറാക്കുകയും എൻ്റെ ജനം നിമിത്തവും എൻ്റെ അവകാശമായ ഇസ്രായേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും. അവർ അവരെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് എൻ്റെ ദേശത്തെ വിഭാഗിച്ച് കളഞ്ഞുവല്ലോ. അവർ എൻ്റെ ജനത്തിന് ചീട്ടിട്ട് ഒരു ബാലനെ ഒരു വേശ്യയ്ക്ക് വേണ്ടി കൊടുക്കുകയും ഒരു ബാലയെ വിറ്റ് വീഞ്ഞു കുടിക്കുകയും ചെയ്തു. സോരും സീദോനും സകല ഫെലിസ്ത്യ പ്രദേശങ്ങളുമായുള്ളവേ, നിങ്ങൾക്ക് എന്നോട് എന്ത് കാര്യം? നിങ്ങളോട് ചെയ്തതിന് നിങ്ങൾ എനിക്ക് പകരം ചെയ്യുമോ? അല്ല, നിങ്ങൾ എന്നോട് വല്ലതും ചെയ്യുന്നുവെങ്കിൽ ഞാൻ വേഗമായും ശീഘ്രമായും നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ തലമേൽ തന്നെ വരുത്തും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വേദഭാഗത്തിൽ 4-ാം വാക്യത്തിൽ വരുമ്പോൾ സോരും സീദോനും സകല ഫെലിസ്ത്യ പ്രദേശം എന്ന ഒരു പ്രയോഗം കാണുന്നുണ്ട്. സോരും സീദോനും ലെബനോൻ്റെ പ്രദേശമാണ്, ലെബനോനാണ്. ഹെസ്ബുള്ള എന്ന് പറയുന്ന തീവ്രവാദികൾ ഇസ്രയേലിൻ്റെ വടക്ക് നിന്ന് ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് ലെബനോൻ്റെ പ്രദേശത്ത് നിന്നാണ്. രണ്ടാമത് അവിടെ എടുത്തു പറഞ്ഞു സകല ഫെലിസ്ത്യ പ്രദേശമായുള്ളവരെ. ഫെലിസ്ത്യ പ്രദേശമാണ് ഇന്നത്തെ ഗാസയുടെ പ്രദേശം. അവിടെ നിന്നാണ് ഹമാസ് യുദ്ധം ചെയ്യുന്നത്. ഇവിടെ എടുത്തു പറഞ്ഞ 2 സ്ഥലങ്ങൾ ഞാനും നിങ്ങൾ ജീവിക്കുന്ന ഇന്ന് വളരെ സങ്കീർണമായ യുദ്ധത്തിൻ്റെ വളരെ അതിൻ്റെ പ്രസക്തി അല്ലെങ്കിൽ ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇസ്രയേലിൻ്റെ വടക്ക് ഭാഗത്ത് ഹെസ്ബുള്ള അവിടെ ലെബനോനിൽ നിന്ന് ഇസ്രയേലിനെ ആക്രമിക്കുമ്പോൾ ഇസ്രയേലിൻ്റെ തെക്ക് ഭാഗത്ത് നിന്ന് ഹമാസിൻ്റെ ആക്രമണം നടന്നത് നമുക്കറിയാം. ആ യുദ്ധമാണ് ചെങ്കടലിലോട്ട് വ്യാപരിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചുറ്റുപാടും ഒരു സങ്കീർണമായ ഒരു പ്രശ്നത്തിൻ്റെ ആരംഭമായി. മനോരമയുടെ ഫ്രണ്ട് പേജിൽ കണ്ട വാർത്ത ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ പ്രസ്താവനയാണ്. കിഴക്കൻ യെരുശലേം തലസ്ഥാനമായി പലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യം സ്ഥാപിക്കണമെന്ന് ചൈന ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഈ ഇസ്രയേലിൻ്റെ അധീനതയിൽ എന്ന് പറഞ്ഞാൽ ഭാഗിക അധീനതയിലുള്ള വെസ്റ്റ് ബാങ്കും ഈ പ്രദേശങ്ങളൊക്കെ വിട്ടുകൊടുത്ത് ഇസ്രയേൽ ഒരു പുതിയ രാജ്യം, അതായത് പലസ്തീൻ രാജ്യം. എന്നാൽ അവിടെ പ്രസക്തമായ കാര്യം ചൈനയും ലോകരാജ്യങ്ങളും ആവശ്യപ്പെട്ടിരിക്കുന്നത് അവിടെ കിഴക്കൻ യെരുശലേം അവർക്ക് തലസ്ഥാനമായി കൊടുക്കണം. ഇസ്രയേൽ 1980 ജൂലൈയിൽ ലോകത്തോട് പ്രഖ്യാപിച്ചു, ഈ ജെറുസലേം ഞങ്ങളുടെ നിത്യ തലസ്ഥാനം, ഞങ്ങളതിനെ വിട്ടുകൊടുക്കില്ല. ആർക്കും പരിഹരിക്കാൻ വയ്യാത്ത ഒരു പ്രശ്നത്തിലേക്ക് പോയി. ഇത്ര സങ്കീർണമായി പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഈ കാലഘട്ടം ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ദൈവജനം ദൈവവചനത്തിൻ്റെ പ്രവചന സൂക്തങ്ങളെ അപഗ്രഥിക്കേണ്ട ആവശ്യമാണ്. ഞാനതിൽ ഒരു ഭാഗത്തിലേക്ക് കടന്നു പോവുകയാണ്. ഈ യോവേൽ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ നമുക്ക് അതിൻ്റെ 1-ാം വാക്യം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. യോവേൽ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ഞാൻ യഹൂദയുടെയും യെരുശലേമിൻ്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലത്തിലും ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശാഫാത്ത് താഴ്വരയിൽ ചെല്ലുമാറാക്കുകയും എൻ്റെ ജനം നിമിത്തവും എൻ്റെ അവകാശമായ ഇസ്രായേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും. ഇവിടെ നമുക്ക് ചിന്തിപ്പാൻ ഒരിക്കലും സാധിക്കാത്ത ഒരു പ്രസ്താവനയാണ് ഏതാണ്ട് 2500 വർഷം മുമ്പ് നടത്തിയിരിക്കുന്നത്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അവിടെ പ്രധാനമായി പറഞ്ഞിരിക്കുന്നത്, ആ വാക്യം ഞാൻ ഇംഗ്ലീഷിലൊന്ന് വായിക്കാം. For behold, in those days
and at that time, when I bring back the captivity of Judah and Jerusalem, I will also gather all nations, bring them down into the valley of Yehoshaphat. ഇസ്രയേലിൻ്റെ പ്രവാസം മാറ്റി അവരെ മടക്കിക്കൊണ്ടുവരുന്ന കാലഘട്ടത്തിൽ ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും യഹോശ താഴ്വരയിൽ കൊണ്ടുവരും. ആരാ ഈ പറഞ്ഞത്? ദൈവമാണ് പറയുന്നത്. എവിടമാണ് യഹോശഫാത്ത് താഴ്വര? ഇവിടെ ഒരിക്കൽ കൂടി ഞാൻ ആ വാക്യം വായിക്കട്ടെ. ഐ വിൽ ഓൾസോ ഗ്യാദർ ഓൾ നേഷൻസ്. ഞാൻ എല്ലാ രാജ്യങ്ങളെയും അവിടെ വരുത്തും. എവിടെ വരുത്തും? യഹോശഫാത്ത് താഴ്വരയിൽ വരുത്തും. എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, 1963 6 ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രയേൽ പിടിച്ചെടുത്ത സ്ഥലത്തിൽ ഒരു ഭാഗമാണ് യഹോശഫാത്ത് താഴ്വര. അവരുടെ ദേവാലയം നിൽക്കുന്ന ടെമ്പിൾ മൗണ്ടിനും അതിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ഒലിവ് മലയുമുണ്ട്. ഒലിവ് മലയിൽ ഇരുന്നു കൊണ്ടാണ് യേശുക്രിസ്തു ഈ ടെമ്പിൾ മൗണ്ട് കണ്ട്, ദേവാലയം കണ്ട് കണ്ണുനീരൊഴുക്കിയത്. നോക്കുക, ഈ 2 ചെറിയ മലകളുടെ ഇടയിലുള്ള ഒരു താഴ്വരയുണ്ട്. ആ താഴ്വരയാണ് യഹോശഫാത്ത് താഴ്വര. 1963 6 ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രയേൽ പിടിച്ചെടുത്ത സ്ഥലമാണ് ആ സ്ഥലം. അവിടെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും ദൈവം കൊണ്ടുവരും. അങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഞാൻ ലോകത്തിലെ സകല രാജ്യങ്ങളെയും അവിടെ കൊണ്ടുവരും. ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നാണ് ഇത് നടക്കുന്നതെന്ന് നോക്കുക. ഇതാണ് ഈ 2 ദിവസത്തെ പ്രസംഗത്തിൻ്റെ ഈ വിഷയം. എന്നാണ് ഈ സംഭവം നടക്കുന്നത്? ദൈവം പറയുകയാണ്, ബിഹോൾഡ്, നോക്കുക, ഒരു കാലഘട്ടം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. എൻ്റെ ജനമായ യഹൂദനെ മടക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അവരുടെ പ്രവാസം തീർക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ ദിവസമാണ് ഞാൻ ലോകത്തിലുള്ള സകല ജാതികളെയും യഹോശഫാത്ത് താഴ്വരയിൽ കൊണ്ടുവരുന്നത്. ഞാനും നിങ്ങളും ജീവിക്കുന്ന കാലഘട്ടം ആ കാലഘട്ടമാണ്. ഞാനും നിങ്ങളും ജീവിക്കുന്നത് ആ കാലഘട്ടത്തിലാണ്. ഏതാണ്ട് 1800 വർഷം ദേശമില്ലാതെ പ്രവാസികളായി ഉഴന്നു നടന്ന യഹൂദൻ യാതൊരു ആശയമില്ലാതെ അവരുടെ രാജ്യത്തിൽ മടങ്ങി വരുന്നത് അസാധ്യമായി കിടന്ന ഒരു കാലഘട്ടം 1800 വർഷം കടന്നുപോയി. ഓരോ വർഷവും പെസഹോത്സവ സമയം അവരുടെ മുഖം യെരുശലേമിന്റെ നേരെ തിരിച്ചിട്ട് പ്രാർത്ഥിക്കും, അടുത്ത വർഷം യെരുശലേമിലെന്ന്. അവരാഗ്രഹിച്ചു അവിടെ കയറി ചെല്ലുവാൻ. അവർക്കൊരു നിവൃത്തിയുമില്ല. കാരണം നമുക്കറിയാം, ദീർഘമായ വർഷം അവിടം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം രാജ്യങ്ങളാണ്. ഞാൻ ആർക്കും എതിരല്ല, പക്ഷേ ചരിത്രം സത്യമാണ്. ഏതാണ്ട് 400 വർഷമായി ഓട്ടോമൻ എംപയർ, നമ്മൾ പറയുന്ന തുർക്കികളുടെ സാമ്രാജ്യം, ആ പ്രദേശം മുഴുവൻ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ യഹൂദന് കുടിയേറുവാൻ നിവൃത്തിയില്ല. 1800-ാം ആണ്ടിൽ ആ പ്രദേശം മുഴുവൻ പരിധി നോക്കിയാൽ 10,000 യഹൂദന്മാരില്ല. 1800-ാം ആണ്ടിൽ 10,000 യഹൂദന്മാർ പലസ്തീന്റെ മണ്ണിലില്ല. ബാക്കിയുള്ളവരൊക്കെ എവിടെയാണ്? ഏതാണ്ട് 1800 വർഷമായി അവർ ദേശാന്തരികളായി അവർ ഉഴന്നു നടക്കുകയാണ്. രാജ്യമില്ലാതെ മടങ്ങി വരുവാൻ അസാധ്യമായിരുന്നു. അവർക്കൊരു രാജ്യം സ്ഥാപിക്കുക എന്നുള്ളത് അസാധ്യമാണ്. കാരണം എന്താ? അവരുടെ ബദ്ധ വൈരാഗികൾ പാർക്കുന്ന പ്രതലം. ക്ഷമിക്കണം ഞാൻ പറയുമ്പോൾ, നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, എന്നെ കേൾക്കുന്ന നിങ്ങൾ, ഞാൻ പറയുന്നത് സത്യമാണോ എന്ന് ചിന്തിക്കുക. 22-23 ഇസ്ലാമിക് രാജ്യങ്ങൾ ഉള്ള ഒരു പ്രദേശം. ആ പ്രദേശത്തിന്റെ മധ്യത്തിൽ അവരോട് ബദ്ധ വൈരാഗികളായി നിൽക്കുന്ന, അല്ലെങ്കിൽ അവരുടെ വൈരാഗികളായി നിൽക്കുന്ന ഇസ്രയേലിനൊരു രാജ്യം ഉണ്ടാക്കി കൊടുക്കുകയോ? സാധ്യമല്ലേ. 22-23 ഇസ്ലാമിക് രാജ്യങ്ങൾ അവരുടെ നടുക്ക് അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത സ്ഥലത്തിൽ അവർ വീണ്ടും മടങ്ങി വരിക എന്നുള്ളത് അസാധ്യമാണ്. വിജ്ഞാനകോശങ്ങളൊക്കെ പ്രിന്റ് ചെയ്ത് വെച്ചു, നടക്കില്ല. 1911 പ്രസിദ്ധീകരിച്ച എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക, അതിനകത്ത് പ്രിന്റ് ചെയ്തിട്ടുണ്ട്, ഇസ്രയേലിനെ ഒരു രാജ്യമായി തീരുന്നത് അസാധ്യമാണ്. എബ്രായ ഭാഷ പുനഃസ്ഥാപിക്കപ്പെടുന്നത് സാധ്യമല്ല. പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് അതുപോലെ കുറിച്ചെടുത്തിട്ടുണ്ട്. 1946 യഹോവ സാക്ഷികൾ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു, യഹോവ സത്യവാൻ. ആ പുസ്തകത്തിൽ അവർ പ്രിന്റ് ചെയ്ത് വെച്ചു, നടക്കില്ല. ഇസ്രയേലിനെ ഒരു രാജ്യമായി തീരുന്നത് അസാധ്യമാണ്, നടക്കില്ല. ഇതൊരു മിഥ്യയായ ചിന്തയാണെന്ന് അവർ എഴുതി വെച്ചു. 1946
2 വർഷമേ എടുത്തുള്ളൂ പിന്നീട് അവർ രാജ്യമാകാൻ. ഇന്നിന് പറയുന്നു, യഹൂദനോട് ചോദിക്കുക, നിങ്ങൾ ഇനി ഒരു രാജ്യമായി തീരുമോ? എസെക്കേൽ 37 അസ്ഥികൾ ബന്ധം വിട്ട ഒരു അസ്ഥികളുടെ കൂമ്പാരത്തിൽ ദൈവം കൊണ്ടു നിർത്തി. ഉണങ്ങി വരണ്ട അസ്ഥികൾ. അതിന്റെ 37:11 വായിക്കുന്നുണ്ട്, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമാണ്. പ്രവാചകനോട് ചോദിച്ചു, ഈ അസ്ഥികൾ ഇനി ജീവിക്കുമോ? അവരുടെ മറുപടി, ദൈവമേ നീ അറിയുന്നു. ഉണങ്ങി വരണ്ടുപോയ അസ്ഥികൾ ജീവിക്കുന്നത് അസാധ്യമാണ്. അവരൊരു രാജ്യമായി തീരുന്നത് അസാധ്യമാണ്. എന്തിനു പറയുന്നു? ക്രിസ്ത്യാനികളോട് ചോദിച്ചേ, ഈ വേദപുസ്തകം കയ്യിൽ പിടിച്ച ക്രിസ്ത്യാനികളോട് ചോദിച്ചേ, അവരെന്ത് പറഞ്ഞു? യഹൂദൻ മടങ്ങി വരില്ല, പക്ഷെ അവർക്ക് ഒരുപാട് വാഗ്ദത്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ വാഗ്ദത്തങ്ങളൊക്കെ ആത്മിക ഇസ്രായേലായ സഭയിൽ നടക്കും. അങ്ങനെയാണ് ഒരു പുതിയ തിയോളജി വന്നു. അതിന്റെ പേരാണ് റീപ്ലേസ്മെന്റ് തിയോളജി. റീപ്ലേസ്മെന്റ് തിയോളജി. ഇസ്രായേലിന് കൊടുത്ത അനുഗ്രഹങ്ങളൊക്കെ സഭയിൽ നടക്കും. അല്ലെങ്കിൽ ഇതെങ്ങനെ പോകും ഈ വചനം? ഞാൻ പറയട്ടെ, ലോകത്തിൽ ഇവർ രാജ്യമായി തീരുമെന്ന് വിശ്വസിച്ച വളരെ ചുരുക്കം പേരുണ്ട്. അവരുടെ പേരുകൾ ഞാനിപ്പോൾ എടുക്കുന്നില്ലേ. ദൈവവചനത്തെ വിശ്വസിച്ച, പ്രവചനം ആശ്ചര്യമായി നിവർത്തിക്കുമെന്ന് കരുതിയ വളരെ ചുരുക്കം പേരുണ്ട്. നിങ്ങളുടെ കൈകളിൽ കാണും ഡേക്സ് ബൈബിളൊക്കെ. ആ ഡേക്സ് ബൈബിൾ നോക്കിയാൽ അതിനകത്തുണ്ട്, അദ്ദേഹം ഇത് പറയുന്നുണ്ട്, ഇവർ രാജ്യമായി തീരും. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ കരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ 2 രാത്രികളിലെ പ്രസംഗം കൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. എന്തിനാണ് ഈ പ്രവചനങ്ങൾ തന്നത്? ബൈബിളിന്റെ 30% പ്രവചന രൂപേണ രേഖപ്പെടുത്തി. എന്തിനാണ് ഈ ഭാവിയെക്കുറിച്ച് ഇങ്ങനെ വെളിപ്പെടുത്തി തന്നത്? ദൈവം അത് പറയുക മാത്രമല്ല, യെരമ്യാ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ യെരമ്യാ 1:12 ഇങ്ങനെയാണ് വായിക്കുന്നത്, എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിക്കുന്നു. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഐ ആം വാച്ചിങ് ഓവർ മൈ വേർഡ് ടു പെർഫോം. ഞാൻ എൻ്റെ വചനങ്ങളെ പറയുക മാത്രമല്ല, അത് നിവർത്തിക്കാൻ ഞാൻ ജാഗരിക്കുന്നു. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഐ ആം വാച്ചിങ് ഓവർ മൈ വേർഡ് ടു പെർഫോം. എൻ്റെ വചനം നിവർത്തിക്കുവാൻ ഞാൻ ജാഗരിക്കുകയാണ്, വാച്ച് ചെയ്യുകയാണ്. ദൈവജനത്തോടൊരു കാര്യം പറഞ്ഞു, നിങ്ങളും വാച്ച് ചെയ്യുക. വാച്ച് ആൻഡ് പ്രേ. ഐ ആം വാച്ചിങ് ഓവർ മൈ വേർഡ് ടു പെർഫോം. എൻ്റെ വചനം നിവർത്തിക്കാൻ ഞാൻ ജാഗരിക്കുമ്പോൾ ഈ വചനം നിവർത്തിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ വാച്ച് ചെയ്തിട്ട് പ്രാർത്ഥിക്കണം. നമുക്ക് നൽകപ്പെട്ട ഒരു ഉപദേശമാണ്. നമ്മുടെ കർത്താവ് നമ്മോട് ആവശ്യപ്പെട്ടതാണ്. ഇതിൻ്റെ നിവൃത്തികളെ നോക്കുവാൻ, പഠിക്കുവാൻ, ശ്രദ്ധിപ്പാൻ ദൈവജനത്തിന് കടപ്പാടുണ്ട്. ആർക്കാണ് ഇത് എഴുതിയിരിക്കുന്നത്? എനിക്കും നിങ്ങൾക്കുമാണ്. ലോകം മുഴുവൻ പറഞ്ഞു ഇവരൊരു രാജ്യമാകില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ വചനത്തിൽ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ദൈവം ഒരു കാലഘട്ടം വെച്ചിരുന്നു ഇവരെ മടക്കി കൊണ്ടുവരാൻ. നമ്മളിപ്പോൾ വായിച്ച വേദഭാഗമുണ്ടല്ലോ, ഞാൻ യഹൂദയുടെയും യെരുശലേമിനെ സ്ഥിതി മാറ്റുവാനുള്ള കാലഘട്ടം. ഇംഗ്ലീഷിൽ നമ്മൾ വായിച്ചു, when I bring back the captivity of Judah and Jerusalem. യഹൂദയുടെയും യെരുശലേമിൻ്റെയും പ്രവാസികളെ ഞാൻ മടക്കിക്കൊണ്ടുവരുന്നൊരു കാലഘട്ടം. ഞാൻ ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ അനേക നാള് ഈ പ്രവചന വിഷയങ്ങൾ ശ്രദ്ധിപ്പാൻ ദൈവം എന്നെ അനുവദിച്ചപ്പോൾ എൻ്റെ കണ്ണ് ഉടക്കിയ ഒരു ഭാഗത്തിലേക്ക് ഞാൻ പോവുകയാണ്. യെരമ്യാ പ്രവചനം 30-ാം അധ്യായം എടുത്താട്ടെ. യെരമ്യാ പ്രവചനം 30-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യം. 1-ാം വാക്യത്തിൽ പ്രവാചകനോട് ദൈവം പറഞ്ഞു, ഞാൻ ഈ പറയുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി വെക്കണം. ഏതാണ്ട് 2500 വർഷം മുമ്പ് എഴുതി വെക്കാൻ പറഞ്ഞു. എന്താണ് ദൈവം എഴുതി വെക്കാൻ പറഞ്ഞത്? ബ്രദറെ ഒന്ന് വായിച്ചരേ. യഹോവയെങ്കിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നോട് അരുളി ചെയ്തിരിക്കുന്ന സകല വചനങ്ങളെയും ഒരു പുസ്തകത്തിൽ എഴുതി വയ്ക്കുക. ഞാൻ ഇസ്രായേലും യഹൂദയുമായ എൻ്റെ ജനത്തിന്റെ പ്രവാസം മാറ്റുവാനുള്ള കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ആരാണ് ഇത് പറയുന്നത്? സ്വർഗത്തിലെ ദൈവമാണ്. ലോകമനുഷ്യർ പറഞ്ഞു, വിജ്ഞാനകോശങ്ങൾ പറഞ്ഞു, മതസംഘടനകൾ പറഞ്ഞു, യഹൂദൻ മടങ്ങി വരില്ല, രാജ്യം സ്ഥാപിക്കില്ല. എന്നാൽ ദൈവം 2500 വർഷം മുമ്പ് പറഞ്ഞു, എൻ്റെ ജനത്തിൻ്റെ പ്രവാസം മാറ്റുന്നൊരു കാലമുണ്ട്. എൻ്റെ സൗരീശ്വന്മാരെ, നിങ്ങളത് അണ്ടർലൈൻ ചെയ്യണേ. എന്താന്ന് ഞാൻ പറയാം. കാരണം
നമ്മളൊരു അബദ്ധത്തിലേക്ക് ചെന്നുവിടും. നമ്മുടെ കർത്താവാണ് ഓർപ്പിച്ചത്, നോഹിയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവിൽ നടക്കും. അവർ വിറ്റും നട്ടും വിവാഹം കഴിച്ചും കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് മുടിച്ചു കളയുവോളം അറിഞ്ഞില്ല. നോഹിയുടെ കാലത്തിൽ അതുപോലെ സംഭവിക്കും. ദൈവപുത്രന്റെ വരവ് നോഹിയുടെ കാലത്തോട് തുലനം ചെയ്യുമ്പോൾ, ഈ പ്രവചനങ്ങളൊക്കെ നമ്മുടെ കൺമുമ്പിൽ നിവർത്തിച്ച് കാണുമ്പോൾ നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ മറക്കരുത്. ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിച്ചോട്ടെ, അവിടേക്ക് വരുന്നതിന് മുമ്പ് ഈ വാക്യമൊന്ന് ഞാൻ പറയട്ടെ. ഇവിടെ ഒരു കാലഘട്ടം ദൈവം ചൂണ്ടിക്കാണിച്ചു. വീണ്ടും നമുക്ക് നോക്കാം അതിൻ്റെ 31-ാമത്തെ അധ്യായം. യെരമ്യാവ് തന്നെ, യോവേൽ 3:1-2 വായിച്ചു. യെരമ്യാ പ്രവചനം 31-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം എന്ന് നോക്കിയേ. 27-ാമത്തെ വാക്യം: ഞാൻ ഇസ്രായേൽ ഗൃഹത്തിലും യഹൂദാ ഗൃഹത്തിലും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വിത്ത് വിതയ്ക്കുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. അവിടെ മനുഷ്യരില്ല, അവിടെ മൃഗമില്ല. കഴിഞ്ഞ 1800 വർഷം 2000 വർഷമായി ആ ദേശത്ത് മഴ പെയ്യുന്നില്ല, ഒരു പുല്ലുമില്ല, ഒരു വൃക്ഷവുമില്ല, അവിടെ യാതൊരു ഫലവുമില്ല, മനുഷ്യനുമില്ല, മൃഗവുമില്ല. അതിലെ യാത്ര ചെയ്തവർ എഴുതിയത് ഞാൻ വായിച്ചു. ഡെസൊലേഷൻ, ഡെസൊലേഷൻ, പെർപച്വൽ ഡെസൊലേഷൻ, നിത്യശൂന്യത. ആ പ്രദേശം മുഴുവൻ ശൂന്യമാണ്. ആളുകളില്ല, കെട്ടിടങ്ങളില്ല, മൃഗമില്ല, പച്ചിലകളില്ല, അവിടെ മനുഷ്യരില്ല. ശൂന്യത, നിത്യശൂന്യത. ദൈവം പറഞ്ഞു, ഒരു കാലം വരുന്നു, ഞാൻ മനുഷ്യരെയും മൃഗങ്ങളുടെയും വിത്ത് വിതയ്ക്കുന്ന കാലം. 1897 സൈനിസ്റ്റ് മൂവ്മെന്റ് ആരംഭിക്കുകയാണ്. സിയോനിലേക്ക് ആളുകളെ വിടുവാൻ, യെരുശലേമിൽ ആളുകളെ വിടുവാൻ കാര്യങ്ങൾ ഒരുക്കുകയാണ്. ലോകത്തിൽ ചിതറിക്കിടക്കുന്ന ധനികന്മാരായ യഹൂദന്മാർ, അവർ യഹൂദന്മാരോട് പറഞ്ഞു, നിങ്ങൾ കടന്നു പോകുക, അവിടെ ചെന്ന് സ്ഥലം മേടിക്കുക. നമ്മൾ അതിൻ്റെ ചുരുക്കം ഞാൻ പറയട്ടെ. $20 മില്യൺ. അന്നത്തെ കാലത്ത് $20 മില്യൺ എന്ന് പറഞ്ഞാൽ $20 ദശലക്ഷം, വലിയ തുകയാണ്. ഈ യഹൂദന്മാർ ആ പണം എടുത്തിട്ട് അവിടെ കുടിയേറുവാൻ ആഗ്രഹിക്കുന്ന യഹൂദന്മാർക്ക് ഫ്രീ ആയി കൊടുത്തു. നിങ്ങൾ ഈ പണം കൊണ്ട് സ്ഥലം മേടിക്കണം, അറബികളുടെ അടുക്കൽ പോയി സ്ഥലം മേടിക്കണം. അറബികൾക്ക് ഈ ഭൂമി വേണ്ട, അത് വെറും മരുഭൂമിയാണ്, യാതൊരു പ്രയോജനവുമില്ലാതെ കിടക്കുന്ന ഭൂമിയാണ്. ആ ഭൂമി അവർ വിറ്റു അറബികൾക്ക്. $20 മില്യൺ 3.5 ലക്ഷം ഏക്കർ ഭൂമി മേടിച്ചു. 3.5 ലക്ഷം ഏക്കർ ഭൂമി. നെഗവ് മരുഭൂമി, നമ്മൾ ഇന്ന് കേൾക്കുന്ന നെഗവ് മരുഭൂമി, അബ്രഹാം പാർത്ത ബെർഷെബ എന്ന് പറയുന്ന സ്ഥലം, ആ പ്രദേശമൊക്കെ അത് ശൂന്യമായ മരുഭൂമി പ്രദേശമാണ്, ഇന്നും മരുഭൂമിയാണ്. അവിടെ നിന്ന് 3.5 ലക്ഷം ഏക്കർ യഹൂദൻ അറബികളുടെ കയ്യിൽ നിന്ന് മേടിച്ചു, കുടിയേറാൻ തുടങ്ങി. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഞാൻ അവിടെ മനുഷ്യരുടെയും മൃഗത്തിൻ്റെയും വിത്ത് വിതയ്ക്കുന്ന കാലം വരും. ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. അസാധ്യമെന്ന് പറഞ്ഞത് ദൈവം സാധിപ്പിക്കുകയാണ്. നമുക്ക് യെരമ്യാവ് തന്നെ 16-ാം അധ്യായത്തിലേക്കൊന്ന് വരാം. 16-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം നോക്കട്ടെ. 16-ന്റെ 15-ാമത്തെ വാക്യം: ഇസ്രായേൽ മക്കളെ, വടക്ക് ദേശത്തു നിന്നും താൻ അവരെ നീക്കിക്കളഞ്ഞിരുന്ന സകല ദേശങ്ങളിൽ നിന്നും കൊണ്ടുവന്ന യഹോവയാണ് എന്ന് പറയുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടെ പറയുന്നു, താൻ അവരെ ചിതറിക്കളഞ്ഞ സകല ദേശത്തു നിന്നും യഹോവ അവരെ കൊണ്ടുവരുന്നു. അങ്ങനെ ഒരു കാലം വരും. ഞാൻ ഇത്രയും വാക്യം എന്തിനാ എടുത്തതെന്നറിയാമോ? ഈ കാലത്തെ ഒന്ന് വിലയിരുത്താനാണ്. ബാക്കി ഭാഗങ്ങൾ അതോടുള്ള ബന്ധത്തിൽ ഞാൻ പറയാം. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, യഹൂദൻ മടങ്ങി വന്നു എന്നുള്ളത് ചരിത്ര സംഭവമാണ്. ഞാനും നിങ്ങൾ ജീവിക്കുന്ന ദിവസങ്ങളിൽ അവരുടെ സ്വന്തം ദേശത്ത് അവർ മടങ്ങി വന്നു. ഇന്ന് അവിടെ നോക്കുക, ഒരു യഹൂദ രാജ്യമുണ്ട്. ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളോട് അവർ യുദ്ധം ചെയ്തുകൊണ്ട് ലോകത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു രാജ്യം. ഇതായിരുന്നു അവരുടെ സ്ഥിതി? അല്ല. ദൈവം അവരെ മടക്കി കൊണ്ടുവന്നപ്പോൾ അവരുടെ സ്ഥിതിക്ക് വലിയ മാറ്റമുണ്ടായെന്നുള്ളത് സത്യമാണ്. ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, അവർ മടങ്ങി വന്ന ശേഷം അവരൊരു യുദ്ധത്തിലും തോറ്റിട്ടില്ല. യെസ്, 1800 വർഷം അവരെ കൊന്നൊടുക്കുകയായിരുന്നു. എന്നാൽ അവരെ മടക്കി കൊണ്ടുവന്ന ശേഷം അവർ ഒരു യുദ്ധത്തിലും തോറ്റിട്ടില്ല. എന്തുകൊണ്ടാ അങ്ങനെ പറയാം? യെരമ്യാ പ്രവചനം
തന്നെ നമ്മൾ വായിച്ച 31 അധ്യായത്തിൻ്റെ 28 വാക്യം നോക്കിയാട്ടെ. അതിൻ്റെ 31-ന്റെ 28 വാക്യം, ദൈവത്തിന് അവരോടുള്ള ഇടപെടലിന് വ്യത്യാസം വന്നു. അന്നു ഞാൻ പറിപ്പാനും പൊളിപ്പാനും ഇടിപ്പാനും നശിപ്പിപ്പാനും കഷ്ടപ്പെടുത്തുവാനും അവരുടെ മേൽ ജാഗരിച്ചിരുന്നത് പോലെ പണിയുവാനും നടുവാനും അവരുടെ മേൽ ജാഗരിച്ചിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഓ, ആ വാക്യം നോക്കിയാട്ടെ. ദൈവത്തിന്റെ 2 ഇടപെടൽ അവരോട് കാണാം. ഒരിക്കൽ ദൈവം അവരെ പറിച്ചു കളയുവാൻ, മുടിച്ചു കളയുവാൻ ദൈവം ജാഗരിച്ചു. I was watching over them to pluck them up and to destroy. യഹൂദനെ പറിച്ച് നശിപ്പിച്ചു കളയുവാൻ ഞാൻ നിന്നോട് കരുണ കാണിക്കില്ല. ആ ദൈവം പറയുകയാണ്, അതുപോലെ നടുവാനും പണിയുവാനും ഞാൻ ജാഗരിക്കും. എന്തുകൊണ്ടാണെന്ന് അവർ പരാജയപ്പെടാത്തത്? അവരുടെ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾ 5 യുദ്ധത്തിന് കടന്നു വന്നു. 1948 13 മാസം നീണ്ടു നിന്നു അവരുടെ സ്വതന്ത്ര യുദ്ധം. 1956 യുദ്ധം, 1967 യുദ്ധം, 1973 യോം കിപ്പർ യുദ്ധം, 1982 യുദ്ധം. ഇത് കൂടാതെ എത്രയോ യുദ്ധങ്ങൾ നടക്കുന്നു. ഗാസയിലെ പോലുള്ള പ്രദേശത്ത് നിന്ന് എത്ര യുദ്ധങ്ങൾ നടക്കുന്നു. ഇസ്രയേൽ കാണിക്കുന്ന ഭീകരമായ ആ താണ്ഡവം ലോകത്തിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതിൻ്റെ കാരണം എന്നാണ്? ഇവിടെ കണ്ടോ, ഒരു കാലഘട്ടത്തിൽ ദൈവം അവർക്ക് പ്രതികൂലമായിരുന്നു, ഇന്ന് ദൈവം അവർക്ക് അനുകൂലമാണ്. അവരെ മടക്കിക്കൊണ്ടുവന്നത് ദൈവമാണ്. ഇനിയും ഞാൻ പത്രോസ് ചെയ്ത ഒരു പ്രസംഗത്തിൽ നിന്ന് ഒരു രഹസ്യം എടുക്കാൻ പോവുകയാണ്. പത്രോസ് 2ാമത് ചെയ്ത പ്രസംഗം അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിലുണ്ട്. അവിടെ ഒരു രഹസ്യം നമ്മൾ കണ്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അവിടെ പ്രിയപ്പെട്ടവരെ, പത്രോസിൻ്റെ 1-ാം പ്രസംഗം പെന്തിക്കോസ്ത് പെരുന്നാളിലായിരുന്നു. എന്നാൽ പത്രോസിൻ്റെ 2ാമത്തെ പ്രസംഗം, ഇവിടെ ഞാനിത് എടുക്കാൻ കാരണം ഇവിടെ ഒരു രഹസ്യം കാണുന്നുണ്ട്. യേശുക്രിസ്തു എന്നും മടങ്ങി വരുമെന്ന് അവിടെ പത്രോസ് പറയുന്നത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. എന്ന് കർത്താവ് വരുമെന്ന് പത്രോസ് പറഞ്ഞു. നമുക്ക് ഈ 3-ാം അധ്യായത്തിൻ്റെ സംഭവം അറിയാം. 3-ാം അധ്യായത്തിൻ്റെ സംഭവം എന്ന് പറയുന്നത്, പത്രോസും യോഹന്നാനും നാം വായിക്കുന്നു, പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിൽ ചെന്നു. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരുത്തനെ ചുമന്നുകൊണ്ടുവരുവാണ് സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ഭിക്ഷ ചോദിപ്പാൻ. പത്രോസിനോടും യോഹന്നാനോടും അവൻ ഭിക്ഷ ചോദിച്ചു. പത്രോസ് പറഞ്ഞു, എനിക്ക് പൊന്നും വെള്ളിയുമില്ല, എനിക്കുള്ളത് തരാം. നസറേയന്റെ നാമത്തിൽ എഴുന്നേൽക്കാൻ പറഞ്ഞപ്പോൾ അവൻ ചാടി എഴുന്നേറ്റു. ഇത് കണ്ടപ്പോൾ യഹൂദന്മാർ, നമുക്കറിയാം യെരുശലേമിൽ യഹൂദന്മാരാണ്, ദേവാലയത്തിൽ യഹൂദന്മാരാണ്, അവർ ആശ്ചര്യപ്പെട്ടു, അത്ഭുതപ്പെട്ടു. നാം വായിക്കുന്നുണ്ട് അതിൻ്റെ 10-ാം വാക്യം, അവൻ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തെങ്കിൽ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്നവൻ എന്നറിഞ്ഞ് അവന് സംഭവിച്ചതിനെ കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി. യഹൂദന്മാർ ഭയപ്പെട്ടു, പരിഭ്രമമുള്ളവരായി. പത്രോസ് അവരോട് പറയുകയാണ് 12-ാം വാക്യത്തിൽ. ഇത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറയുന്നു, ഇസ്രായേൽ പുരുഷന്മാരെ. പത്രോസ് ആ സന്ദർഭം ഉപയോഗിച്ച് മനോഹരമായി സുവിശേഷം അവരോട് പറയുകയാണ്, സുവിശേഷം പറയുകയാണ്. എന്നാൽ അവിടെ നോക്കുക, 17-ാം വാക്യം തുടങ്ങി നമുക്ക് വായിക്കാം. സൗന്മാരെ, നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു. ദൈവമോ തൻ്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കണമെന്ന് സകല പ്രവാചകന്മാർ മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിൻ്റെ സമൂഹത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിച്ച ക്രിസ്തുവായ യേശുവിനെ അവർ അയക്കുകയും ചെയ്യും. ഈ പത്രോസ് യഹൂദന്മാരോട് പറയുകയാണ്, മാനസാന്തരപ്പെട്, ഈ കർത്താവിൽ വിശ്വസിക്കുക, ദൈവം തൻ്റെ പുത്രനെ അയക്കും. പത്രോസ് ഉൾപ്പെടെയുള്ളവർ വിശ്വസിച്ചു. അവർ ജീവിച്ചിരിക്കുമ്പോൾ ക്രിസ്തു വരുമെന്ന്. അതിന്റെ 2-ാം വരവാണ് ഈ യഹൂദരോട് പറഞ്ഞത്. ഇനി നമുക്ക് രഹസ്യം നോക്കാം. അടുത്ത വാക്യം നോക്കട്ടെ ബ്രദറെ, 21-ാം വാക്യം ഒന്ന് വായിച്ചേ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. അത് ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. യെസ് ബ്രദേഴ്സ്, സ്വർഗം അവനെ എന്നുവരെയാ കൈക്കൊള്ളുന്നത്? ആ വാക്യം കണ്ടോ?
പത്രോസ് പറഞ്ഞത് കണ്ടോ? സ്വർഗത്തിലേക്ക് അവൻ കരേറിപ്പോയി. നമുക്കറിയാം, സ്വന്തത്തിലേക്ക് വന്നവനെ അവർ വേണ്ട എന്ന് പറഞ്ഞു ക്രൂശിക്കുക മാത്രമല്ല, അവനെ ഞങ്ങൾക്ക് വേണ്ട, അവനെ ക്രൂശിച്ചു, ഞങ്ങൾക്ക് ബരബ്ബാസിനെ തരുവാൻ അവർ പറഞ്ഞു. അവൻ മരിച്ചുയർത്തു, സ്വർഗാരോഹണം ചെയ്തു. പിതാവ് അവനോട് പറഞ്ഞു, നീ എൻ്റെ പുത്രൻ, നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക, നിന്റെ ശത്രുക്കൾ നിന്റെ പാദപീഠമാകുവോളം വലത്ത് ഭാഗത്തിരിക്കുക. 110 സങ്കീർത്തനം 1 വാക്യം. എന്നാൽ എന്നും വലത്ത് ഭാഗത്തിരിക്കാൻ പോവുകയല്ല. പത്രോസ് ഇവിടെ പറഞ്ഞു കണ്ടോ? പത്രോസ് എന്താണ് പറഞ്ഞത്? ഇവിടെ പറഞ്ഞു, ദൈവം ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളും. ഇംഗ്ലീഷിൽ വായിച്ചാൽ ടൈംസ് ഓഫ് റീസ്റ്റോറേഷൻ. There is a time of restoration. ആരോടാ പറയുന്നത്? യഹൂദനോടാണ് പറയുന്നത്. അവർക്ക് ദേശമില്ല, അവർക്ക് ഭൂമിയില്ല, കൃഷിയില്ല. അവർക്ക് പ്രവാചകന്മാർ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഭൂമി കിട്ടും, നിങ്ങളെ ദൈവം മടക്കി കൊണ്ടുവരും, നിങ്ങളുടെ ദേശത്ത് വീണ്ടും കൃഷിയും വിതയൊക്കെ നടക്കും, അവിടെ മൃഗങ്ങളെ വീണ്ടും അവിടെ വളരും. ഇതൊക്കെ ദൈവം മുമ്പ് കൂട്ടി പ്രവചിച്ചു. പത്രോസ് പറയുകയാണ്, ഈ പ്രവാചകന്മാർ പറഞ്ഞതൊക്കെ നിവർത്തിക്കണം. അതിന് പറഞ്ഞ പേരാണ് ടൈംസ് ഓഫ് റീസ്റ്റോറേഷൻ. ടൈംസ് എന്നുള്ളത് ബഹുവചനത്തിലാണ് പറഞ്ഞത്, പ്ലൂറൽ. ഒരു യഥാസ്ഥാനത്തിന്റെ കാലഘട്ടം യഹൂദന് വരും. അന്ന് വരെ സ്വർഗം അവനെ കൈക്കൊണ്ടിട്ട് ഈ യഥാസ്ഥാനം നടന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ നടക്കുമ്പോൾ, സ്വർഗത്തിൽ നിന്ന് അവനെ ഭൂമിയിലേക്ക് അയക്കും. സൗരന്മാരോട് ഞാൻ ചോദിക്കട്ടെ, ആ ദിവസത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? ആണോ? അല്ലെങ്കിൽ നിങ്ങൾ അല്ലെന്ന് പറ. പ്രവാചകന്മാർ പറഞ്ഞതല്ലേ ഈ നടക്കുന്നത്? യഹൂദന് രാജ്യം യഥാസ്ഥാനപ്പെടുത്തി റീസ്റ്റോർ ചെയ്തു. അവന്റെ ഭൂമിയിൽ കൃഷികൾ നടക്കുന്നു. അവന്റെ ഭാഷ മരിച്ചു പോയതാണ്, എബ്രായ ഭാഷ. ആ ഭാഷ യഥാസ്ഥാനപ്പെട്ടു. അവന്റെ ഭൂമിയിൽ വിതയും കൃഷിയും നടക്കുന്നു. കാലാവസ്ഥയ്ക്ക് വ്യതിയാനം വന്നു. അവിടെ മഴ ദൈവം നിർത്തിക്കളഞ്ഞു. ഇന്നവിടെ മഴ പെയ്യുന്നു. ദൈവം പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് 1 by 1 റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്നു. വി ആർ ലിവിംഗ് ഇൻ ദ ടൈം ഓഫ് റീസ്റ്റോറേഷൻ. ഈ യഥാസ്ഥാനത്തിന്റെ കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്വർഗം അവനെ കൈക്കൊള്ളുന്നത്, സ്വർഗം അവനെ സ്വർഗത്തിൽ കൈക്കൊള്ളുന്നതും വെക്കുന്നതും ഈ കാലഘട്ടം വരെയാണ്. അത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അവനെ നിങ്ങളുടെ ഇടയിലേക്ക് അയക്കും. യെസ്, നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുമോ? നമ്മൾ ജീവിക്കുന്നത് ആ യഥാസ്ഥാനത്തിൻ്റെ കാലമാണ്. ഞാൻ ആ യഥാസ്ഥാനം എന്നുള്ള വാക്കെടുത്ത് അവർക്ക് സംഭവിച്ച യഥാസ്ഥാനത്തെക്കുറിച്ച് പറയാൻ പോയാൽ ഒന്നും രണ്ടും ദിവസം നിന്ന് പ്രസംഗിച്ചാൽ തീരാതെ വണ്ണം അവരുടെ ദേശത്തിൻ്റെ റീസ്റ്റോറേഷൻ അത്ഭുതകരമാണ്. ഒരു പുല്ലുപോലും ഇല്ലാതെ കിടന്ന സ്ഥലം, ഒരു വൃക്ഷമില്ലാതെ കിടന്ന സ്ഥലം, മനുഷ്യനില്ലാതെ കിടന്ന സ്ഥലം, മൃഗങ്ങളില്ലാതെ കിടന്ന സ്ഥലം, എബ്രായ ഭാഷ സംസാരിക്കുന്നവർ അവിടെ ഇല്ല. നിർജീവമായി പോയ, മരിച്ചുപോയ ലാംഗ്വേജ് ആയിരുന്നു ഹീബ്രു ലാംഗ്വേജ്. ഇന്ന് യഹൂദന്റെ മാതൃഭാഷ എബ്രായ ഭാഷയാണ്. കാരണം തിരുവചനത്തിൽ പറയുന്നു അത് നടക്കും. സൊഫന്യാവിലും ജെരമ്യാവിലും പറയുന്നു, യെശയ്യാവിൽ പറയുന്നു, വീണ്ടും ഈ കനാന്യ ഭാഷ സംസാരിക്കും. അത് നടന്നു. ദേശത്തവർ മടങ്ങി വന്നു. അവരൊരു വലിയ സൈന്യമാകുമെന്ന് പറഞ്ഞു. ആയി. കൃഷി നടക്കുമെന്ന് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ കൃഷി വിദഗ്ധരാണവർ. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരുടെ അടുക്കൽ പോയി കൃഷി പഠിക്കുകയാണ്. എന്തിനാണ് ഞാൻ ഇത്രയും എടുത്ത് പറഞ്ഞത്? അവിടെ കന്നുകാലികൾ, ലോകത്തിൽ ഏറ്റവും അധികം പാലുൽപാദിപ്പിക്കുന്ന പശുക്കൾ ഇന്ന് യഹൂദന്റെ പശുക്കളാണ്. 10,200 കിലോഗ്രാം പാലാണ് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്നത്. അത്രയും പാൽ ഉൽപ്പാദിക്കുന്ന പശുക്കൾ അമേരിക്കയിലുമില്ല, യൂറോപ്പിലുമില്ല. പാലും തേനും ഒഴുകുന്ന ദേശമായി. സ്ഥലം യഥാസ്ഥാനപ്പെട്ടു, ജനങ്ങൾ യഥാസ്ഥാനപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കൃഷി അസാധാരണപ്പെട്ടു. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, നമ്മൾ ജീവിക്കുന്നത് ആ ദിവസത്തിലല്ലേ? പത്രോസിന്റെ പ്രസംഗത്തിൽ പറഞ്ഞ വാക്ക് വെറും അലങ്കാര ഭാഷയാണോ? പത്രോസ് എന്താണ് പറഞ്ഞത്? ഈ യഥാസ്ഥാനം വരെ സ്വർഗം അവനെ കൈക്കൊള്ളും. പ്രവാചകന്മാർ പറഞ്ഞ ഈ കാര്യങ്ങൾ നടക്കുന്നത് വരെ സ്വർഗം അവനെ കൈക്കൊള്ളും. അതിൻ്റെ ശേഷം സ്വർഗത്തിൽ നിന്ന് അവനെ ഭൂമിയിലേക്ക് അയക്കും.
ഞാനും നിങ്ങൾ ജീവിക്കുന്നത് അങ്ങനെയൊരു കാലഘട്ടമാണ്. അങ്ങനെയൊരു കാലഘട്ടമാണെന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് പ്രവേശിച്ചോളാം. നമ്മൾ ജെരമ്യാവ് 16-ാം അധ്യായം 16-ൽ നിന്ന് നമ്മൾ വായിച്ചു, പക്ഷേ ഒരിക്കൽ കൂടെ അവിടെ മടങ്ങി വരാം. അതിൻ്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ ദേശത്ത് നിന്ന് നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും അറിയാത്ത ഒരു ദേശത്തേക്ക് നീക്കിക്കളയും. അവിടെ നിങ്ങൾ രാവും പകലും അന്യദേവന്മാരെ സേവിക്കും. അവിടെ ഞാൻ നിങ്ങൾക്ക് കൃപ കാണിക്കുകയുമില്ല. അവിടെ ഞാൻ നിങ്ങൾക്ക് കൃപ കാണിക്കില്ല, യാതൊരു കരുണയും കാണിക്കില്ല. ലോകത്തിന്റെ നാനാ കോണുകളിൽ ചെതറിക്കിടന്ന യഹൂദനെ വാളുകൊണ്ട് വെട്ടിക്കൊല്ലുമ്പോൾ, അവനെ ഉപദ്രവിക്കുമ്പോൾ, ഹിറ്റ്ലർ മാത്രം 60 ലക്ഷം ജനങ്ങളെ കൊന്നൊടുക്കുമ്പോൾ, അവരുടെ കുഞ്ഞുങ്ങളിൽ 15 ലക്ഷത്തെ മനോഹര രൂപികളായ യഹൂദ കുഞ്ഞുങ്ങളെ 15 ലക്ഷത്തെ ഹിറ്റ്ലർ ഗ്യാസ് ചേമ്പറിൽ കൊന്നൊടുക്കുമ്പോൾ അവർ കരഞ്ഞപ്പോൾ ദൈവം അവരോട് കരുണ കാണിച്ചില്ല. ഞാൻ കൃപ കാണിക്കില്ല. അവർ കരഞ്ഞു, ഒരുപാട് കരഞ്ഞു. അവരതുപോലെ പീഡിപ്പിക്കപ്പെട്ടു. ദൈവം അവരോട് കൃപ കാണിച്ചില്ല. എന്താ കാരണം? അവരല്ലേ പറഞ്ഞത്, അവരുടെ മധ്യത്തിൽ അയച്ച ദൈവപുത്രനെ ഞങ്ങൾക്ക് വേണ്ട ക്രൂശിക്ക എന്ന് പറഞ്ഞിട്ട്, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. അവരുടെ മക്കളിൽ 15 ലക്ഷത്തെയാണ് ഹിറ്റ്ലർ കൊന്നൊടുക്കിയത്. അവർ തന്നെ ചോദിച്ചു മേടിച്ചു. ആ ന്യായവിധി അവിടെ വന്നു. അവർ കരഞ്ഞിട്ട് ഒന്നും ദൈവം കൃപ കാണിച്ചില്ല. ഇന്ന് നാം കണ്ടു, അവര് ഒരു പാട്ടുത്സവം നടക്കുമ്പോഴാണ്, ഗാസയുടെ പ്രദേശത്ത് ഈ സോങ് ഫെസ്റ്റിവൽ നടക്കുമ്പോഴാണ് ഈ ഹമാസ് കയറി ആക്രമിച്ച് 1200 പേരെ കൊന്നത്. അവർ തിരിച്ച് റീറ്റാലിയേറ്റ് ചെയ്തപ്പോൾ ഇന്നത്തെ പേപ്പറിലുണ്ട് 24,000 ഹമാസ് ഈ പലസ്തീനികളെ കൊന്നുകളഞ്ഞു. ഇസ്രയേൽ ഏതാണ്ട് 10,000-60,000 പേര് വൂണ്ടഡായി. വീടുകളൊന്നും അവിടെ ഇല്ലാതെ വണ്ണം നശിപ്പിച്ചു. അവിടം തരിപ്പണമാക്കി. ഗാസ നിർജ്ജനമാകുമെന്നുള്ള പ്രവചനം നമുക്ക് നാളെ രാത്രി എടുക്കാം. ആ പ്രദേശം നിർജ്ജനമാക്കിക്കൊണ്ട് ഒരു വിധത്തിലും ഒരയവും കാണിക്കാതെ ബോംബ് ചെയ്യുന്നു. ഇസ്രയേൽ ബോംബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. ഈ യഹൂദൻ ഇങ്ങനെ ശക്തിയോടെ നിൽക്കാൻ കാരണം 102-ാം സങ്കീർത്തനം ഒന്നെടുത്താട്ടെ. 102-ാമത്തെ സങ്കീർത്തനം. ഞാൻ നിങ്ങളോട് കൃപ കാണിക്കില്ലെന്ന് പറഞ്ഞു. എന്നാൽ അതിൻ്റെ 13-ാമത്തെ വാക്യം എന്ന് നോക്കി. നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിപ്പാനുള്ള കാലം, അതെ, അതിന് സമയം വന്നിരിക്കുന്നു. Yes, brothers and sisters, അതിന് സമയം വന്നു. ദൈവം പറഞ്ഞ പ്രവാചകൻ, അതായത് സങ്കീർത്തനക്കാരൻ പ്രവചനാത്മാവിൽ പറഞ്ഞ വാക്ക് നോക്കാട്ടെ. അതിനുള്ള സമയം വന്നു. ഏതിനുള്ള സമയം? നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിപ്പാനുള്ള കാലം. നമ്മൾ ജെരമ്യാവ് 16-ന്റെ 13 എന്താ വായിച്ചത്? ഞാൻ നിന്നോട് കരുണ കാണിക്കത്തില്ല. എന്നാൽ ഇവിടെ കരുണ കാണിക്കുമ്പോൾ നാം അടുത്തതായിട്ട് ചേർത്ത് പറഞ്ഞു, ഒരു പ്രത്യേക കാലഘട്ടം. നിന്റെ ദാസന്മാർക്ക് 14-ാം വാക്യം, അവളുടെ കല്ലുകളോട് താല്പര്യം, അവളുടെ പൂഴിയോട് അലിവും തോന്നുന്നു. ഇന്ന് ഇസ്രയേൽ സന്ദർശിച്ചവരും അല്ലെങ്കിൽ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ഒരു കാര്യം അറിയാം. യഹൂദൻ കടന്നു ചെന്ന് വിലാപമതിലിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു, നെറ്റിയിട്ട് അടിക്കുന്നു. സ്ത്രീകൾ കുഞ്ഞുങ്ങളെ മാർവോട് ചേർത്ത് കെട്ടിയിട്ടിട്ട് അവരും നെറ്റി ഈ ഭിത്തിയിലിട്ട് അടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവിടെ കല്ലുകളെ പരിധി നോക്കുന്നു. 2000 വർഷങ്ങളോളം അവർ പ്രാർത്ഥിച്ചു. അടുത്ത വർഷം യെരുശലേമിൽ അവർക്ക് കാലുകുത്തുവാൻ അനുവാദമില്ലായിരുന്നു. അവരുടെ പിതാക്കന്മാരെ അടക്കിയപ്പോൾ മുഖം അങ്ങോട്ട് തിരിച്ചു വെച്ച് അവിടെ നിന്നെടുത്ത് ഒരു പിടി മണ്ണവരുടെ തലയ്ക്ക് കീഴിൽ വെച്ചുകൊണ്ട് അവരെ അടക്കി. അവർക്കവിടെ കയറുവാൻ അനുവാദമില്ല. യഹൂദൻ അത് കൊതിച്ചു. എന്നാൽ ഇവിടെ നമ്മൾ കണ്ടോ, ദൈവത്തിൻ്റെ സെറ്റ് ടൈം എന്നാണ് ഇംഗ്ലീഷിൽ വായിച്ച. യെസ്, ദ സെറ്റ് ടൈം ടു ഷോ ഹെർ ഫേവർ. അവളോട് കൃപ കാണിപ്പാനുള്ള ദൈവത്തിൻ്റെ സെറ്റ് ടൈം, ദൈവത്തിൻ്റെ നിശ്ചയിക്കപ്പെട്ട സമയം, ഒരു കാലഘട്ടം അത് വന്നു. വന്നപ്പോഴാണ് ഈ കല്ലുകളെയൊക്കെ ചുംബിക്കുന്നതും ആ കല്ലുകളെ അവർ കരങ്ങൾ കൊണ്ട്
അവർ വാരി പുണരുന്നതുമൊക്കെ. ഇത് സംഭവിക്കുമ്പോൾ അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. നിന്റെ ദാസന്മാർക്ക് അവളുടെ കല്ലുകളോട് താല്പര്യവും അവളുടെ പൂഴിയോട് അലിവും തോന്നുന്നു. യഹോവ സിയോനെ പണിയുകയും തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുകയും. മതി. യഹോവ സിയോനെ പണിയുമ്പോൾ തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകും. ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഇത് സംഭവിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുമെന്നാണ് ആ പറഞ്ഞിരിക്കുന്നത്. കരുണ കാണിക്കാതെ കിടന്നു, അവരോട് ദയ കാണിച്ചില്ല. അവരെ മടക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ദൈവം ചൂണ്ടിക്കാണിച്ചു. അവരുടെ പ്രവാസം മാറ്റുന്നൊരു കാലം പറഞ്ഞു. അത് നാനും നിങ്ങൾ ജീവിക്കുമ്പോൾ നടന്നു. പത്രോസ് രേഖപ്പെടുത്തിയ പോലെ എ ടൈം ഓഫ് റീസ്റ്റോറേഷൻ, അവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ദിവസം. അവരോട് പ്രവാചകന്മാർ പറഞ്ഞ വാക്കുകൾ ഒന്നൊന്നായി യഥാസ്ഥാനപ്പെടുത്തുന്ന ദിവസം. യെസ്, വി ആർ ലിവിംഗ് ഇൻ ദാറ്റ് ടൈം. ഞാനും നിങ്ങളും ആ ദിവസത്തിൽ ജീവിക്കുകയാണ്. ഇനി നടക്കേണ്ടത് യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവാണ്. ഇവിടെ അതിൻ്റെ 18-ാം വാക്യം നമുക്കറിയാം. ഇത് ഹെബ്രായ ഭാഷയിലാണ് എഴുതിയത്. എനിക്ക് ഹെബ്രായ ഭാഷ അറിയില്ല. പക്ഷേ ഞാൻ ഇതിൻ്റെ ചില ആശയങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഹീബ്രു ഭാഷയുടെ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ പരിശോധിക്കാറുണ്ട്. ഇവിടെ ഈ 18-ാം വാക്യത്തിൽ പറഞ്ഞത് എന്നെ അത്ഭുതപ്പെടുത്തി. എന്താ 18-ാം വാക്യത്തിൽ? വരുവാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ഇത് എഴുതി വയ്ക്കും. യെസ്, വരുവാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ഇത് എഴുതി വെക്കും. ഹീബ്രു ലാംഗ്വേജിൽ ലഡാർ ഹാ അജാരോൺ, ലഡാർ ഹാ അജാരോൺ എന്ന വാക്കിന്റെ അർത്ഥം അവസാന തലമുറയ്ക്ക് വേണ്ടി എഴുതി വെക്കുക. അങ്ങനെയാണോ അത്? അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഭാഷ ഒരു ലെക്സിക്കനോ മറ്റോ എടുത്തൊന്ന് നോക്കിയേ. ഈ സംഭവം അവസാന തലമുറയ്ക്ക് വേണ്ടി എഴുതി വെക്കുക. ആ തലമുറ ക്രിസ്തുവിന്റെ മടങ്ങിവരവ് കാണുന്ന തലമുറയാണ്. ഉൽപ്രാവണം നാം അറിയില്ല ഇവിടെ നിന്ന് നമ്മൾ പോകും. അതുപോലെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ട ഒരു ദിവസമാണ്. ഞാനിവിടെ ഇരുന്നപ്പോൾ ഓർത്തു, ഞാനതാണ് ബൈബിൾ എടുത്ത് ഇടയ്ക്ക് നോക്കിയത്. ഇവിടെ ഇരുന്നപ്പോൾ നമ്മുടെ കർത്താവ് മുന്നറിയിപ്പ് നൽകി. പലരും ഇത് അറിയില്ല. നോഹയുടെ കാലം പോലെ വിറ്റും നട്ടും വാഹം കഴിച്ചും കൊടുത്തും പോകും. ജലപ്രളയം വന്നവരെ മുടിച്ചു കളഞ്ഞത് അവരറിഞ്ഞില്ല. മനുഷ്യപുത്രന്റെ വരവ് അതുപോലാകും. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം യേശുക്രിസ്തു പറഞ്ഞ വാക്കാണ്. അതായത് സർവഭൂതലത്തിലും ഇതൊരു കണി പോലെ വരും. ആ ദിവസം പെട്ടെന്ന് വരും. നോക്കുക, 21 ലൂക്കോസ് 21:34 തൊട്ടുള്ള വാക്യം. അതിന്റെ 34-35 വാക്യം ഒന്ന് വായിച്ചാട്ടെ. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കരുത്. ആരാണ് ഈ പറഞ്ഞത്? യേശുക്രിസ്തുവാണ് പറഞ്ഞത്. നോഹയുടെ കാലത്ത് വിറ്റും നട്ടും വിവാഹം കഴിച്ചും കൊടുത്തും അവരുടെ സാധാരണ ജീവിതത്തിൽ ജീവിച്ച പോലെ ഇവിടെയും രേഖപ്പെടുത്തുകയാണ്. എന്താണ് പറഞ്ഞത്? ഇവിടെയും നോക്കുക, അതിഭക്ഷണം, മദ്യപാനം, ഉപജീവന ചിന്തകൾ. ഞാനിത് വ്യാഖ്യാനിക്കാൻ പോകുന്നില്ല. ആങ്സൈറ്റി, വളരെ ജിജ്ഞാസ, ജീവിത ഭാരം, ജീവിത ചിന്തകൾ, ഇതൊക്കെ കടന്നു വന്നിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് സംഭവിക്കാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പാൻ പറഞ്ഞു. എന്ന് പറഞ്ഞതിന്റെ അർത്ഥമെന്നാ? യേശുക്രിസ്തു പറഞ്ഞതിന്റെ അർത്ഥമെന്നാ? സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും ഇത് സംഭവിക്കും. ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഞാൻ ഒന്നുകൂടെ ഊന്നി പറയട്ടെ. മത്തായി 24 കർത്താവ് പറഞ്ഞ് രേഖപ്പെടുത്തി, നോഹയുടെ കാലം പോലെ തന്നെ സംഭവിക്കും. ഞാനൊരു പ്രത്യേക പഠനം നടത്തി. നോഹയുടെ കാലത്ത് ഇതുപോലെ ഒരു അടയാളം കൊടുത്തിരുന്നു. എന്ന് ജലപ്രളയം വരുമെന്ന് ദൈവം മുമ്പുകൂട്ടി ഒരു അടയാളം കൊടുത്തു. എത്ര പേരറിഞ്ഞു? നമ്മൾ നോക്കിയാൽ ഉൽപ്പത്തി 4-5 അധ്യായം എടുത്താൽ 2 വംശങ്ങളെ കാണുന്നു. ഒന്ന് കായീന്റെ വംശം, ഒന്ന് ശേത്തിന്റെ വംശം. കായീന്റെ വംശം ദൈവമെന്ന് ചിന്തയില്ല. അവർ ലോകമനുഷ്യരാണ്. അവരെ കുറിച്ച് മരിക്കുന്നത് പോലും എഴുതിയിട്ടില്ല. അവർ വെറും ലോകമനുഷ്യരായി ജീവിക്കുന്നു. എന്നാൽ ശേത്തിന്റെ വംശത്തെ കുറിച്ച് എഴുതുമ്പോൾ പിന്നെ അവൻ മരിച്ചു, പിന്നെ അവൻ മരിച്ചു, പിന്നെ അവൻ മരിച്ചു. ഒരു വാക്ക് നോക്കാട്ടെ.
പറയണമെന്ന് എടുക്കണമെന്ന് ചിന്തിച്ചതല്ല. പക്ഷെ ഒരു വാക്ക്, ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം നോക്കാം. അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം നോക്കട്ടെ. ആദാം തന്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു, അവൾ ഒരു മകനെ പ്രസവിച്ചു. കയീൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ശേത്ത് എന്ന് പേരിട്ടു. വായിച്ചു. ശേത്തിനും ഒരു മകൻ ജനിച്ചു, അവന് ഏനോശ് എന്നും പേരിട്ടു. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. അവിടെ ഒരു വാക്കുകളുടെ പ്രയോഗമുണ്ട്. ഇവിടെ യഹോവ എന്ന് പറയുന്നത്, ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത് എലോഹീം എന്ന വാക്കാണ്. എലോഹീം എന്ന വാക്കിന്റെ അർത്ഥം സർവശക്തൻ. എന്നാൽ ശേത്തിന് ജനിച്ച കുഞ്ഞിനെ ഒരു പേരിട്ടു ഏനോഷ്. ഏനോഷ് എന്ന് പറഞ്ഞാൽ മർത്യൻ, മരിക്കുന്നവൻ. അവിടെ നോക്കി, അങ്ങനെ പേരിട്ടിട്ട് പറയുകയാണ്, അക്കാലത്ത് യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങി. ദൈവം സർവശക്തൻ എലോഹീം, ഞങ്ങൾ മരിക്കുന്നവരാണ്, ഞങ്ങൾ മൃതപ്രായരാണ്. അങ്ങനെ ആ കുഞ്ഞിന് ഏനോശ് എന്ന് പേരിട്ടു. അക്കാലത്ത് യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങി. ആ ശേത്തിന്റെ വംശം 5-ാം അധ്യായത്തിൽ കടന്നു വരികയാണ്. പിന്നെ അവൻ മരിച്ചു. എന്നാൽ 4-ാം അധ്യായത്തിൽ കടന്നു ചെല്ലുമ്പോൾ കായീന്റെ വംശം മരിക്കുന്നതായിട്ട് എഴുതിയിട്ടേ ഇല്ല. മൃത്യു വാണിരുന്ന ആ മനുഷ്യന്റെ ഒന്നുമില്ലായ്മ മനസ്സിലാക്കിയിട്ട് അവർ ദൈവത്തിന് മുന്നിൽ മുട്ടുകുത്തി ആരാധന തുടങ്ങി. 5-ാം അധ്യായം മുഴുവൻ അതാണ്. എന്നാൽ ഞാൻ പറയാൻ വന്നത്, നമ്മളവിടെ വായിക്കുമ്പോൾ നോക്കുക, ജലപ്രളയം വന്നത് നോഹയുടെ കാലത്താണ്. നോഹയുടെ വല്യപ്പച്ചൻ ആരാണ്? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നോക്കുക, 7-ാമത്തെ തലമുറ എന്ന് പറയുന്നത് ഹാനോക്കാണ്. നമ്മൾ യൂദയുടെ ലേഖനം 14-ഉം 15-ഉം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ഹാനോക്ക് ആദമിൽ നിന്ന് 7-ാമനായ ഹാനോക്ക് എന്ന് വായിക്കുന്നു. ഹാനോക്കിനെ കുറിച്ച് ഇവിടെ വായിക്കുന്നു. ഹാനോക്ക് 65 വയസ്സായപ്പോൾ, 21-ാം വാക്യം, 61 വയസ്സായപ്പോൾ അവൻ മെഥൂശലഹിനെ ജനിപ്പിച്ചു. മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നു. 65 വയസ്സ് വരെ ദൈവത്തോട് കൂടെ നടന്നില്ലേ? അതോ അതുവരെ അവൻ ലോകമനുഷ്യനായിരുന്നോ? എന്താ ഈ പറയുന്നത്? 65 വയസ്സ് ഹാനോക്കിനായി. ഹാനോക്ക് ഒരു പ്രവാചകനാണെന്ന് യൂദ രേഖപ്പെടുത്തി. ഹാനോക്കിന് ദൈവം വെളിപ്പെടുത്തി, ഞാൻ ലോകത്തെ ശിക്ഷിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഹാനോക്ക് എന്ന പ്രവാചകൻ ഇതാവൻ 1000 വിശുദ്ധന്മാരോടുകൂടെ ലോകത്തെ ന്യായവിധിക്കാൻ വരുന്നതായിട്ട് അവൻ രേഖപ്പെടുത്തിയത്. എന്നാൽ അവിടെ ഒരു രഹസ്യമുണ്ട്. എന്തുകൊണ്ടാണ് 65 വയസ്സിൽ ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്നത്? അവനൊരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിൻ്റെ പേരാണ് മെഥൂശലഹ്. ബൈബിളിൽ ഈ പേരിനൊക്കെ അർത്ഥമുണ്ട്. എന്തിനാണ് ആ കുഞ്ഞിന് മെഥൂശലഹ് എന്ന് പേരിട്ടത്? ദൈവം അവന് വെളിപ്പെടുത്തി, നിനക്കിപ്പ ജനിച്ച കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞ് മരിക്കുമ്പോൾ ലോകത്തിൽ ന്യായവിധി വരും. മെഥൂശലഹ് എന്ന വാക്കിന്റെ അർത്ഥം when he dies it will happen. അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും. ഇവിടെ നമ്മളൊന്ന് പഠിച്ചു നോക്കി. ഈ മെഥൂശലഹിന്റെ മകനാണ് ലാമെക്ക്. ലാമെക്കിന്റെ മകനാണ് നോഹ. അവൻ നോഹയുടെ വല്യപ്പച്ചനാണ് ആര്? ഈ മെഥൂശലഹ്. നോഹ പ്രസംഗിക്കാൻ തുടങ്ങി. കാരണം ആ കുടുംബത്തിൽ അവർക്കറിയാം, അവരുടെ അപ്പൻ പ്രായമാകുകയാണ്. ലോകത്തിൽ ഏറ്റവും അധികം ആയുസ്സോടെ ജീവിച്ച മനുഷ്യൻ മെഥൂശലഹാണ്. 969 വർഷം ജീവിച്ചു. അങ്ങനെ ആരും ജീവിച്ചിട്ടില്ല. ദൈവം എന്തിനാ അവന്റെ ആയുസ് നീട്ടിയത്? അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കണം. നോഹയുടെ മുന്നിൽ ഒരു അടയാളമുണ്ട്. ജലപ്രളയം എന്ന് വരുമെന്ന് അടയാളമുണ്ട്. നോഹ പ്രസംഗിക്കുന്നു. നമുക്കറിയാം 120 വർഷം നീതി പ്രസംഗി എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ തീർത്തു പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നു. നോഹയുടെ പ്രസംഗത്തിന്റെ വിഷയം എൻ്റെ വല്യപ്പച്ചൻ പ്രായമായി 960 വയസ്സായി, 961 962 എൻ്റെ പിതാക്കന്മാർ മരിച്ച പ്രായം കഴിഞ്ഞു. എൻ്റെ വല്യപ്പൻ എപ്പം വേണേലും മരിക്കാം. അവൻ മരിക്കുമ്പോൾ ജലപ്രളയം വരുമെന്ന് ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആരും വിശ്വസിച്ചില്ലേ? എല്ലാവരും പരിഹസിച്ചു. 969 വയസ്സായപ്പോൾ നോഹ പെട്ടകത്തിൽ കയറി. നിങ്ങൾ കണക്കൂട്ടി നോക്ക്. ഈ മെഥൂശലഹ് മരിച്ചു, ജലപ്രളയം വന്നു. നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവിൽ
ദൈവം നമുക്ക് ദൈവപുത്രനിലൂടെ നമുക്ക് നൽകപ്പെട്ട ഒരു അടയാളമുണ്ട്. നോഹയുടെ കാലത്ത് മെതുശലഹ് അടയാളമായിരുന്നെങ്കിൽ നമുക്ക് നൽകപ്പെട്ട അടയാളമാണ് ഇസ്രായേൽ രാഷ്ട്രം. യെസ് ബ്രദേഴ്സ്, നിങ്ങൾ യെശയ്യാ പ്രവചനം 11-ാം അധ്യായം നോക്കിക്കാട്ടെ. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 11-ാമത്തെ അധ്യായം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അവിടെ ദൈവം പറയുന്ന ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. അവിടെ അതിൻ്റെ 11 തൊട്ടുള്ള വാക്യം: അന്നാളിൽ കർത്താവ് തൻ്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അശൂരിൽ നിന്നും മിസ്രൈമിൽ നിന്നും പത്രോസിൽ നിന്നും കൂശിൽ നിന്നും ഏലാമിൽ നിന്നും ശിനാരിൽ നിന്നും ഹമാത്തിൽ നിന്നും സമുദ്രത്തിലെ ദ്വീപുകളിൽ നിന്നും വീണ്ടുകൊള്ളുവാൻ 2-ാം പ്രാവശ്യം കൈനീട്ടും. 12-ാം വാക്യം: അവൻ ജാതികൾക്ക് ഒരു കൊടി ഉയർത്തി ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ ചേർക്കുകയും യഹൂദയുടെ ചിതറിപ്പോയവരെ ഭൂമിയുടെ 4 ദിക്കുകളിൽ നിന്നും ഒന്നിച്ചു കൂട്ടുകയും ചെയ്യും. അവൻ ജാതികൾക്ക് ഒരു കൊടി ഉയർത്തുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചാൽ എ സിഗ്നൽ, എ സൈൻ. ലോകരാജ്യങ്ങൾക്കൊരു അടയാളം, ലോകരാജ്യങ്ങൾക്കൊരു സിഗ്നൽ. എന്താണ് ഈ സിഗ്നൽ? ഇവിടെ പറയുന്നു, ലോകത്തിന്റെ 4 കോണിൽ നിന്നും ഇവരെ കൂട്ടി വരുത്തുന്നു. അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തിലേക്ക് കൊണ്ടുവരുന്നു. അതൊരു സിഗ്നലാണ്. ആർക്ക് തന്ന സിഗ്നലാണ്? ലോകരാഷ്ട്രങ്ങൾക്ക് നൽകിയ സിഗ്നലാണ്. യേശുക്രിസ്തു മടങ്ങി വരാറായി, സഭയുടെ പണി പൂർത്തീകരിക്കാറായി. ഇനിയും യഹൂദനോട് ദൈവം ഇടപെടാൻ പോകുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, അടുത്തതായിട്ട് യഹൂദനോട് ദൈവത്തിന് ഇടപെടുവാൻ അവരെ കൂട്ടിക്കൊണ്ടുവന്നു. അതിനു മുമ്പ് സഭയുടെ പണി പൂർത്തീകരിക്കും. സഭയുടെ നിന്ന് മാറ്റപ്പെടും, ഉൽപ്രാവണത്താൽ മാറ്റപ്പെടും. പിന്നീട് ദൈവം യഹൂദനോട് ഇടപെടും. നമ്മൾ എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായം എടുക്കുമ്പോൾ, ഞാൻ എടുത്ത് വായിക്കുന്നില്ല, വായിക്കാൻ നമ്മുടെ സമയം അനുവദിക്കുന്നില്ലെന്ന് മാത്രമല്ല, ആ ഭാഗത്തിലേക്കൊന്നും പോകാൻ നമുക്ക് ഒക്കില്ല. 36-ാം അധ്യായം നിങ്ങൾ നോക്കിയാൽ, നിങ്ങൾ വീട്ടിൽ ചെന്നൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾ അത്ഭുതകരമായ ഒരു കാര്യം കാണും. എസെക്കിയേൽ 36. ആ 36-ാം അധ്യായത്തിൽ 21 പ്രാവശ്യം ദൈവം പറയുന്നുണ്ട്, ഞാൻ ചെയ്യും, ഞാൻ ചെയ്യും, ഞാൻ ചെയ്യും. ഐ വിൽ, ഐ വിൽ, ഐ വിൽ എന്നുള്ള വാക്ക് 36-ാം അധ്യായത്തിൽ 21 പ്രാവശ്യമുണ്ട്. യഹൂദനുള്ള ബന്ധത്തിൽ ദൈവം ചെയ്യുന്ന കാര്യമാണ്. അതിൽ ഒരെണ്ണം വായിക്കാം. 24-ാം വാക്യം നോക്കാട്ടെ. 24-ാം വാക്യം: ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. യെസ്, 17 സ്ഥലങ്ങൾ ലോകരാജ്യങ്ങൾ വെച്ച് നീട്ടി. എൻ്റെ മുന്നിൽ അതിൻ്റെ പേരുകളുണ്ട്. വിയറ്റ്നാം ഉൾപ്പെടെ, നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ പ്രദേശം, ഓസ്ട്രേലിയയിലെ മെൽബൺ, ഇങ്ങനെ ജനങ്ങൾ വളരെ കുറവുള്ള സ്ഥലങ്ങൾ യഹൂദന് കൊടുത്തിട്ട് ലോകരാജ്യങ്ങൾ പറഞ്ഞു, നിങ്ങൾ അവിടെ രാജ്യം സ്ഥാപിക്കുക. 17 സ്ഥലങ്ങൾ വെച്ച് നീട്ടി, 17 സ്ഥലങ്ങൾ. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് തന്നെ നിങ്ങളെ ഞാൻ കൊണ്ടുവരും. എവിടുന്ന് കൊണ്ടുവരും? ഞാൻ സകല ദേശത്ത് നിന്ന് നിങ്ങളെ കൂട്ടും. ഇന്ന് ഇസ്രയേലിൽ പാർക്കുന്ന മനുഷ്യർ 130 രാജ്യത്തു നിന്ന് വന്നതാണ്. വണ്ടർഫുൾ, അത്ഭുതം. ഇസ്രയേലിൽ ഇന്ന് പാർക്കുന്ന ജനങ്ങൾ 130 രാജ്യത്തു നിന്ന് വന്നതാ. ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് കൂട്ടും. കൊച്ചിയിൽ നിന്ന് പോയി. കൊച്ചിയിൽ നിന്ന് വിരലിലെണ്ണാൻ യഹൂദന്മാരേ ഉള്ളൂ. ലോകത്തിൽ ചിതറിക്കിടന്ന അനേക രാജ്യങ്ങളിൽ ചിതറിക്കിടന്ന 130 രാജ്യത്ത് നിന്ന് അവരെ മടക്കി കൊണ്ടുവന്നു. എവിടെ കൊണ്ടുവന്നു? ലോകം അവർക്ക് 17 സ്ഥലങ്ങൾ വെച്ച് നീട്ടിയപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഇല്ല, നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുവരും. അവിടെ തന്നെ കൊണ്ടുവന്നു. ജീവിക്കുന്ന ഒരു ദൈവം, അവൻ്റെ വചനങ്ങളുടെ നിവൃത്തികൾ നമ്മൾ നോക്കുക. നമ്മോട് പറഞ്ഞു, നിങ്ങൾ വാച്ച് ചെയ്യണം, നിങ്ങൾ വാച്ച് ചെയ്യണം. ഞാൻ വാച്ച് ചെയ്യുകയാണ് എൻ്റെ വചനം നിവർത്തിക്കാൻ. യു വാച്ച് എന്നുള്ളത് ദൈവം പറഞ്ഞു. കരുണ കാണിക്കാതെ, കൃപ കാണിക്കാതെ കിടന്ന യഹൂദനെ മടക്കിക്കൊണ്ടുവരികയാണ്. എൻ്റെ സൗരന്മാരെ, ഈ യഥാസ്ഥാനത്തിൻ്റെ കാലം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വായിച്ച യോവേലിലേക്ക് തന്നെ നമുക്ക് വരാം. നമുക്ക് യോവേൽ പ്രവചനത്തിൽ, ഞാൻ യഹൂദയുടെയും യെരുശലേമിനെ സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലങ്ങളിലും, when I bring back the captivity of Judah and Jerusalem,
I will also bring all the nations. ഇന്നത്തെ ഗാസ ഇസ്രയേൽ യുദ്ധം അതിലേക്ക് നയിക്കുകയാണ്. കണ്ണ് തുറന്ന് നമ്മൾ നോക്കിയാൽ, നിങ്ങൾ കണ്ടോ വാർത്താ മാധ്യമങ്ങളിൽ, ലോകത്തിലുള്ള സകല രാജ്യങ്ങളും ഇന്ത്യയൊക്കെ ആദ്യം യഹൂദൻ അനുകൂലമായി വാക്കുകൾ പറഞ്ഞെങ്കിൽ മോഡി സർക്കാർ ഇപ്പോൾ എന്താ വാക്ക് മാറിയത്? കാരണം ലോകം മുഴുവൻ അവർക്ക് എതിരായിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിൽ പ്രോ പലസ്തീനിയൻ ജാഥകൾ. അമേരിക്ക വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്. പക്ഷേ അവിടെയുള്ള ജനങ്ങൾ, വിദ്യാർത്ഥികൾ, പ്രൊഫസേഴ്സ് അവരൊക്കെ ഇതിനെതിരായി പ്രോ പലസ്തീനികൾക്ക് അനുകൂലമായി ജാഥകൾ നടത്തുകയാണ്. ഒരിടത്തല്ല, ലോകത്തിൻ്റെ എല്ലാ കോണിലും എൻ്റെ സഹോദരന്മാരെ ഈ പ്രവചനം നിവർത്തിക്കാൻ പോവുകയാണ്. ഇന്നത്തെ മനോരമ പത്രം നിങ്ങൾ കളയാതെ എടുത്തു വെച്ചിട്ട് ആ വാർത്ത ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ചൈനീസ് ഗവൺമെന്റ് ആവശ്യപ്പെട്ടു ഈസ്റ്റ് ജെറുസലേം തലസ്ഥാനമായി സ്വതന്ത്ര പരമാധികാരമുള്ള ഒരു പലസ്തീൻ രാജ്യം രൂപീകരിക്കുക. ഞാൻ വാർത്തകൾ വളരെ സസൂക്ഷ്മം ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പുടിൻ, അദ്ദേഹം റഷ്യയുടെ പ്രസിഡന്റാണ്. അദ്ദേഹം ഇതൊക്കെ കണ്ടിട്ട് പറഞ്ഞ വാക്ക്, ഇതിൻ്റെയൊക്കെ കാരണം UN സെക്യൂരിറ്റി കൗൺസിൽ പാസ്സാക്കിയത് നടപ്പാക്കാത്തതാണ്. സെക്യൂരിറ്റി കൗൺസിൽ എന്താ പാസ്സാക്കിയിട്ടിരിക്കുന്നത്? 67 മുമ്പ് ഇസ്രയേലിന് ഏതായിരുന്നു അതിര്, ആ അതിരിലേക്ക് അവർ പോകണം. അങ്ങനെയാണെങ്കിൽ വെസ്റ്റ് ബാങ്ക്, ഗാസ മുതലായ സ്ഥലങ്ങളെല്ലാം അവർ വിട്ടുകൊടുക്കണം. അത് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമോ, വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ അകത്തോട്ട് കയറി കിടക്കുക. ഇസ്രയേലിന്റെ ചുറ്റും ശത്രുക്കൾ, ഇനിയും ഇസ്രയേലിന്റെ അകത്തോട്ടും വരെ ശത്രുക്കൾ. മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് ആ വെസ്റ്റ് ബാങ്ക് വരെയുള്ള ദൂരം പിന്നീട് ഇസ്രയേലിന് വെറും 6 മൈലേ ഉള്ളൂ. 6 മൈൽസ്. ഒന്ന് ആലോചിച്ചോ നോക്കി. ഇസ്രയേലിന്റെ 6 മൈല്, ആ മെഡിറ്ററേനിയൻ കടലും ശത്രുക്കളുടെ വെസ്റ്റ് ബാങ്കിന്റെ അതിരെന്ന് പറയുന്നത് 6 മൈലേ ഉള്ളൂ. ഒരു യുദ്ധം നടന്നാൽ ഇസ്രയേലിന് രക്ഷപ്പെടാൻ കഴിയുമോ? ഇല്ല. പക്ഷേ അത് നടക്കണമെങ്കിൽ, ഇസ്രയേലിന് സമ്മതിക്കണമെങ്കിൽ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം. ആരാത് കൊടുക്കുന്നേ? ആരാണത് കൊടുക്കുന്നത്? വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചു, ഒരുത്തൻ വരും 7 വർഷം ഒരു ഉടമ്പടിയുമായി. ഒരു ഇസ്രയേലിനോട് മാത്രമല്ല ഉടമ്പടി, അനേക രാജ്യങ്ങളോട് അവൻ സ്ട്രോങ് കവനന്റ് ഉണ്ടാക്കും. ദാനിയേൽ 9 അത് രേഖപ്പെടുത്തി. അത് നടക്കാനാണ് ഇപ്പോൾ ഈ സംഭവം. യെസ്, അത് നടക്കാൻ പോവുകയാണ്. ഇത് നിസ്സാര കാര്യമല്ല. അത് നടക്കണോ? ഈ അന്തിക്രിസ്തു വെളിപ്പെടണോ? അവൻ വെളിപ്പെടണമെങ്കിൽ എന്ത് നടക്കണം? അവൻ വെളിപ്പെടണമെങ്കിൽ സഭ മാറ്റപ്പെടണം. യെസ്, ദാനിയേൽ 9 നോക്കിയാട്ടെ. ദാനിയേൽ 9 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ്. അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് എടുത്തോട്ടെ. 70 ആഴ്ചവട്ടത്തിൻ്റെ ഒരു കണക്കാണ്. ആ ഭാഗത്തിന് വേദപണ്ഡിതന്മാർ പറയുന്നത് ബാക്ക് ബോൺ ഓഫ് ബൈബിൾ പ്രൊഫസി എന്നാണ്. പ്രവചനത്തിന്റെ നട്ടെല്ലെന്നാണ് പറയുന്നത്. പ്രവചനത്തിന്റെ നട്ടെല്ല്, ബാക്ക് ബോൺ ഓഫ് ബൈബിൾ പ്രൊഫസി. ഇവിടെ ഞാൻ ഇന്നെൻ്റെ വിശദീകരണത്തിൽ പോകാതെ പറയട്ടെ. 9-ാം അധ്യായത്തിന്റെ അവിടെ വായിക്കുന്നത്, അതിൻ്റെ 24-ാം വാക്യത്തിന്റെ അവസാനം, നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിക്കപ്പെട്ടു. ദാനിയേലിനോട് ഗബ്രിയേൽ പറയുകയാണ്, ഫോർ യുവർ പീപ്പിൾ ആൻഡ് യുവർ ഹോളി സിറ്റി. നിന്റെ ജനം യഹൂദനാണ്, നിന്റെ വിശുദ്ധ നഗരം യെരുശലേമാണ്. യെരുശലേമിനും യഹൂദനുമാണ് 70 ആഴ്ചവട്ടം. സഭയ്ക്കല്ല, സഭയ്ക്കല്ല, സഭയില്ല ഇവിടെ. നാം താഴോട്ട് വായിച്ചു നോക്കിയാൽ 69 ആഴ്ചവട്ടവും അങ്ങനെ നിവർത്തിക്കപ്പെട്ടു. 69 ആഴ്ചവട്ടം കഴിയുമ്പോൾ നമ്മൾ വായിക്കുന്നു, അതിൻ്റെ 26-ാമത്തെ വാക്യം, 62 ആഴ്ചവട്ടം, അതിനു മുമ്പ് 7 ആഴ്ചവട്ടമുണ്ട്, അതുകൂടെ കൂട്ടുമ്പോൾ 69 കഴിയുമ്പോൾ അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവൻ ആരുമില്ലെന്ന് വരും. അഭിഷിക്തൻ എന്ന വാക്ക് മശിഹ എന്ന വാക്കാണ്, ക്രിസ്തു എന്ന വാക്കാണ്, ക്രിയോ എന്ന പദമാണ്. അഭിഷിക്തൻ അവരുടെ മധ്യത്തിൽ വന്നു, ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി സക്കറിയ 9:9 നിവർത്തിച്ചുകൊണ്ട് രാജാവായി
അവന്റെ ജീവിതത്തിൽ ഒരു ദിവസം മാത്രം അവൻ രാജാവായി യെരൂശലേമിൽ പ്രവേശിച്ചു. ആ ദിവസം കഴിഞ്ഞ് 5 ദിവസത്തിനുള്ളിൽ അവനെ അവർ കൊന്നുകളഞ്ഞു. രാജാവായി ഹോശന്ന പാടി 5 ദിവസത്തിനുള്ളിൽ അവനെ കൊന്നു. അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടു, അവൻ ആരുമില്ലെന്ന് വരും. 69 ആഴ്ചവട്ടം കഴിഞ്ഞപ്പോൾ ഈ 70 ആഴ്ചവട്ടത്തിൻ്റെ ക്ലോക്ക് നിന്നുപോയി. ദൈവം അത് നിർത്തിക്കളഞ്ഞു. അവിടുന്ന് സഭയുടെ പണി തുടങ്ങി. ഈ ക്ലോക്ക് ചലിക്കാതെ കിടക്കുകയാണ്. യഹൂദനുള്ള ബന്ധത്തിലാണ് ചലിക്കേണ്ടത്. ഇന്നതിന് ചലനം വന്നു. ആ ക്ലോക്കിന്റെ ശബ്ദം അടുത്ത് നിന്ന് കേൾക്കാം. അത് ചലിക്കാൻ തുടങ്ങി. ഇനി എത്ര നാളൂടെ ചലിക്കും? ഒരാഴ്ചവട്ടം. 69 വന്നു, 70. ആ ഒരാഴ്ചവട്ടം അതിൻ്റെ 27-ാം വാക്യം നോക്കിയാട്ടെ. 27-ാം വാക്യം. അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും. ഇവിടെ ഞാൻ ഒരു കാര്യം മാത്രം ഓർപ്പിച്ചോട്ടെ. ഈ പ്രവചനം സഭയ്ക്കല്ല, നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനുമാണ്. 69 ആഴ്ചവട്ടവും അങ്ങനെ നടന്നു. 70-ാം ആഴ്ചവട്ടത്തിൽ ഒരുത്തൻ വരും, അന്തിക്രിസ്തു വന്ന് അവരോട് ഒരു ഉടമ്പടി ചെയ്യും. ഇന്ന് ലോകം സമ്മർദ്ദം ചെലുത്തുകയാണ് ഇസ്രായേലിനെ. അവരുടെ സ്വാധീനതയുള്ള വെസ്റ്റ് ബാങ്ക് ഒക്കെ വിട്ടുകൊടുക്കണം. UN തീരുമാനമെടുത്തിരിക്കുകയാണ്. 67-ന് മുമ്പുള്ള അതിരിലേക്ക് അവർ മാറണം. ഇസ്രായേൽ നിർബന്ധിതരായി മാറും. എന്നാൽ മാറുന്നതിന് മുമ്പ് അവർക്കൊരു ഉടമ്പടി ഉണ്ടാകും. ആ ഉടമ്പടി ഉണ്ടാക്കുന്നത് ഈ പ്രവചനത്തിൽ പറഞ്ഞ അന്തിക്രിസ്തുവാണ്. സൗന്മാരെ, നാം അവനെ കാണത്തില്ല, നാം അവനെ കാണില്ല. അവൻ ഇവിടെ നിന്നും മാറും. നമ്മൾ ഇവിടെ നിന്നും മാറും. ഉൽപ്രാവണത്താൽ ദൈവസഭ മാറ്റപ്പെട്ടിട്ട് അവൻ പ്രത്യക്ഷപ്പെടുകയുള്ളൂ. ഞാൻ പ്രസംഗം കൺകൂടിക്കേണ്ടതായിട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട നിങ്ങളോട് ഞാൻ ഓർപ്പിക്കട്ടെ, എത്ര ഗൗരവമുള്ള നാള്. ദൈവം പറഞ്ഞ ആ പ്രത്യേക കാലഘട്ടം, ദൈവം അവരോട് കൃപ കാണിക്കുന്ന കാലഘട്ടം, പത്രോസ് പറഞ്ഞ പോലെ പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം യഥാസ്ഥാനപ്പെടുത്തുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ദൈവമക്കൾ എന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കർത്താവ് പറഞ്ഞു, ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. മറ്റേത് നാളുകളിൽ നമ്മൾ ജീവിച്ചതിനെക്കാട്ടിൽ പ്രാർത്ഥനയ്ക്ക് അല്പം കൂടെ സമയം ചെലവഴിക്കണം. നാം രഹസ്യമായി അവൻ്റെ സന്നിധിയിൽ സമയങ്ങൾ ചെലവഴിക്കണം. നമ്മൾ അവനോട് കൂടുതൽ അടുക്കണം. നമ്മുടെ ജീവിതം കുറച്ചുകൂടെ വിശുദ്ധിയുള്ളതാകണം. അവൻ പറഞ്ഞു, അവനിൽ പ്രത്യാശയുള്ളവനൊക്കെ അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കണം. നമുക്ക് രക്ഷിക്കപ്പെടുവാൻ ഭാഗ്യം ലഭിച്ചു. നമുക്ക് ധൈര്യമായിട്ടിരിക്കാം. സൗജന്യമായി നമ്മളെ നീതീകരിച്ചു. നമ്മൾ ദൈവമക്കളായി മാറി. എന്നാൽ ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെടാതെ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളോടൊരു വാക്കൂടെ പറഞ്ഞ് ഞാൻ പ്രസംഗം നിർത്താം. ദൈവം നിങ്ങളെ എത്രയോ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ ആഴം എങ്ങനെ ഗ്രഹിക്കും? തൻ്റെ പുത്രനെ തന്ന സ്നേഹം. യോഹന്നാൻ 3:16 വായിക്കുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചാൽ God so loved the world. നിങ്ങളെ ദൈവം അത്രമാത്രം സ്നേഹിക്കുന്നു, അത്രമാത്രം. ഈ സ്നേഹം എങ്ങനെയൊന്ന് കാണാൻ കഴിയും? എങ്ങനെയൊന്ന് മനസ്സിലാക്കാൻ കഴിയും? എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, അല്പം കൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു പഴയ നിയമ യാഗങ്ങൾ ഞാൻ പഠിച്ചപ്പോൾ. ഞാൻ പറയട്ടെ, ഈ കർത്താവിനെ ഒരുപടി കൂടെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും അവനെ കൂടുതൽ അടുത്ത് ജീവിപ്പാനും എന്നെ ഇടയാക്കിയത് അവനെ വരച്ചു കാണിക്കുന്ന യാഗങ്ങൾ പഠിച്ചപ്പോഴാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെയൊക്കെ ആഴം ഞാൻ അവിടെ കണ്ടു. പിതാവായ ദൈവത്തിൻ്റെ ആഴം ഞാൻ അവിടെ കണ്ടു. ഞാൻ ഒരു ഭാഗം, പലതിൽ നിന്ന് ഒരു ഭാഗം അടർത്തിയെടുത്ത് ആ പിതാവിൻ്റെ സ്നേഹം വരച്ചു കാണിക്കാൻ യാഗങ്ങളിൽ കൊടുത്ത ഒരു പ്രമാണം ഞാൻ കാണിക്കാം. ലേവ്യ പുസ്തകം എന്നെടുത്താട്ടെ, ഞാനതുകൂടെ പറഞ്ഞു നിർത്തും, എൻ്റെ പ്രസംഗം നിർത്തും. പക്ഷേ രക്ഷിക്കപ്പെട്ട നമുക്കും രക്ഷിക്കപ്പെടാത്തവർക്കും ഇത് അനുഗ്രഹമാണ്. ലേവ്യ പുസ്തകം 22-ാമത്തെ അധ്യായം. അവിടെ യാഗങ്ങളുള്ള ബന്ധത്തിൽ ദൈവം പ്രമാണം കൊടുക്കുകയാണ്. ആ പ്രമാണത്തിൽ ഒരു ചെറിയ പ്രമാണം, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു പ്രമാണം. ബ്രദറെ, 22-ാം അധ്യായം അതിൻ്റെ 26 തൊട്ട് 28 വരെയുള്ള വാക്യം ഒന്ന് വായിക്കും. 26 തൊട്ട് 28 വരെ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തെന്തെന്നാൽ, ഒരു കാളയോ
ചെമ്മരിയാടോ കോലാടോ പിറന്നാൽ 7 ദിവസം തള്ളയുടെ അടുക്കൽ ഇരിക്കണം. 8-ാം ദിവസം മുതൽ അത് യഹോവയ്ക്ക് ദഹനയാഗമായി പ്രസാദമാകും. പശുവിനെയോ പെണ്ണാടിനെയോ അതിനെയും കുട്ടിയെയും 1 ദിവസത്തിൽ അറുക്കരുത്. യഹോവയ്ക്ക് സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ അത് പ്രസാദമാകത്തക്കവണ്ണം അർപ്പിക്കണം. ദൈവം എന്തിനാണ് ഇങ്ങനെ കൽപ്പിച്ചാക്കിയത്? എങ്ങനെ നമ്മോട് പറഞ്ഞു മനസ്സിലാക്കും ദൈവസ്നേഹം? പഴയ നിയമയാഗങ്ങളെല്ലാം പരമയാഗമായി തീർന്ന ക്രിസ്തുവിനെ വരച്ചു കാണിക്കുമ്പോൾ ദൈവം ഒരു കൽപ്പന കൊടുത്തു: പശുവിനെയും അതിന് പറഞ്ഞ കുഞ്ഞിനെയും കൂടെ 1 ദിവസം കൊല്ലരുത്. നിങ്ങൾക്ക് കുഞ്ഞിനെ എടുക്കാം, പക്ഷെ 7 ദിവസം ആ കുഞ്ഞ് കിടാവ് അമ്മയുടെ കൂടെ ആയിരിക്കണം. 8-ാം ദിവസം തുടങ്ങി യാഗമാക്കാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു കുറ്റിയിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ തൊഴുത്തിൽ അടയ്ക്കപ്പെട്ട ഒരു പശു അതിൻ്റെ കുഞ്ഞ് പ്രസവിച്ചാൽ യഹൂദൻ 7 ദിവസം ആ തള്ളയുടെ അടുക്കൽ വിട്ടേ ഒക്കെയുള്ളൂ. ആ തള്ള പശു അതിനെ നക്കുന്നു, അതിനെ സ്നേഹിക്കുന്നു. പ്രകൃതി നമുക്ക് കാണിച്ചു തന്നു, അതിൻ്റെ ലാളനം നമുക്ക് കാണാൻ കഴിയും. എന്നാൽ 8-ാം ദിവസം ഈ കിടാവിനെ യാഗമായി എടുക്കുവാൻ കൊണ്ടുപോകുമ്പോൾ യാതൊരു തർക്കവുമില്ല, ഈ കൊച്ചു കിടാവ് കിടന്ന് കരയും. അമ്മയുടെ അടുക്കൽ നിന്ന് ആദ്യമായി മാറ്റുമ്പോൾ അത് കരയും. ആ കരച്ചിൽ കേട്ട് തള്ളപ്പശു കിടന്ന് കരയും. പക്ഷെ അതിനെ ഒരു കൂട്ടിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ കെട്ടപ്പെട്ടിരിക്കുകയാണ്. ഇത് ദൈവം എന്തിനാ പറഞ്ഞത്? എൻ്റെ പുത്രനെ നിങ്ങൾക്ക് തന്നപ്പോൾ, നിങ്ങളുടെ പ്രാണന്റെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങളെ സ്വർഗത്തിന് അവകാശികളാക്കി തീർക്കുവാൻ എൻ്റെ പുത്രനെ ഞാൻ തന്നപ്പോൾ അവൻ ഒരിക്കൽ ഉറക്കെ കരഞ്ഞു. എൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ കരഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീയും എന്നെ കൈവിട്ടതെന്ത്? ആ കരച്ചിൽ പിതാവ് കേട്ടു. എങ്ങനെ മറുപടി പറയും? ആ തള്ളപ്പെട പശു കിടന്ന് കരഞ്ഞു. പിതാവായ ദൈവം മൗനമായിരുന്നു. കാരണം എന്നാ? യോഹന്നാൻ 3:16 വായിക്കുന്നു, അവനെ തരുവാൻ തക്കോണം ലോകത്തെ അവൻ അത്രമാത്രം സ്നേഹിച്ചു. ഞാനും നിങ്ങളും നശിച്ചു പോകാതെ, ഞാനും നിങ്ങളും നരകത്തിലേക്ക് തള്ളപ്പെടാതെ സ്വർഗം അവകാശമാക്കുവാൻ, രക്ഷപ്പെടുവാൻ പുത്രനെ തന്നപ്പോൾ പിതാവിൻ്റെ ഹൃദയത്തിലെ വികാരം. ഈ സ്നേഹം കടന്നു പോകരുത്. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെടാതെ ഇന്ന് ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ, ഈ സ്നേഹം എത്ര വലിയ സ്നേഹം! ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചെന്ന് സ്വർഗം തുറന്ന് 2 പ്രാവശ്യം അവനെക്കുറിച്ച് സാക്ഷിച്ചു. അവൻ അത്രമാത്രം പ്രിയനായിരുന്നു. ഇതാ എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ. 42 യെശയ്യാവ് അതിലൂടെ ദൈവം വെളിപ്പെടുത്തി. അത്ര ദൈവത്തിന് പ്രസാദവും പ്രമോദമായ പുത്രനെ നമുക്ക് നൽകിയപ്പോൾ അവൻ ഉറക്കെ കരയുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീയും എന്നെ കൈവിട്ടോ? നിങ്ങളുടെ രക്ഷയ്ക്കും എൻ്റെ രക്ഷയ്ക്കും വേണ്ടി നമ്മളെ സ്വർഗത്തിന് അവകാശികളാക്കി തീർക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ കൈവിട്ടു. നിങ്ങൾ ആ സ്നേഹം കണ്ടിട്ടും കടന്നു പോകരുത്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ, നിങ്ങൾ എവിടെയും ആയിക്കൊള്ളട്ടെ, ഈ മീഡിയയിലൂടെ ലോകത്തിൽ അനേകർ കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ കർത്താവിന് വേണ്ടി ഒരു തീരുമാനം എടുക്കാത്തവരാണെങ്കിൽ നിങ്ങൾ വിനയപ്പെട്ട്, കർത്താവേ, ഞാനൊരു പാപിയാണ്, എന്നെ രക്ഷിപ്പാനാണ് നിൻ്റെ പുത്രനെ നൽകിയത്, ഞാനത് വിശ്വസിക്കുന്നു, അംഗീകരിക്കുന്നു, എന്നെ നിൻ്റെ കരങ്ങളിൽ തരുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ നിമിഷം നിങ്ങളൊരു ദൈവവൈതലായിത്തീരും. അതിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ദൈവം തരട്ടെ. ദൈവമക്കളായി നമുക്ക് ഒരുങ്ങാം, വരാം. നാളെ രാത്രിയിൽ ലോകരാജ്യങ്ങൾ യഹോശാ താഴ്വരയിലേക്ക് ഇറങ്ങി വരുന്നത് നമുക്ക് കാണാം, നമുക്ക് ശ്രദ്ധിക്കാം. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.